നമ്മള് നമ്മള് ഈ നമ്മള് ക്ലോസിംഗ് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷമാണോ ബൈങ് തുടങ്ങുള്ളൂ? അതെ, എന്താ അറിയോ, ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ജിനോം ബ്രോ പറഞ്ഞു ഈ 1 hour ഇപ്പൊ ഹാമർ ക്യാനിലാണല്ലോ പറഞ്ഞു അല്ലെ. മാമിന് മനസ്സിലായത് ഹാമർ ആണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കണം അല്ലെ. ഇത് ടൈം ഫ്രെയിം ഏതാ? 1 hour ആണ് ടൈം ഫ്രെയിം അല്ലെ. 1 hour ആണ് ടൈം ഫ്രെയിം വരുന്നത്. ക്ലിയർ അല്ലേ? ഇതിപ്പോ സമയം എത്ര? ഇപ്പൊ ഇന്ത്യൻ സമയം വെച്ച് പറയാം. ഇന്ത്യൻ സമയം 10:09 ആണിത്. 10:09 ഈ ക്യാനിൽ എപ്പോഴാണ് ക്ലോസ് ചെയ്യുക? 10:30 ക്ലോസ് ചെയ്യുക. ഇനിയും ക്ലോസ് ആവാൻ 21 മിനിറ്റ്സ് ഉണ്ട് അല്ലേ? ഇല്ലേ? ഈ 21 മിനിറ്റ്സ് കൊണ്ട് തിരിച്ച് താഴത്തേക്ക് മൂവ് ചെയ്ത് എന്ത് ചെയ്യും? നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് കൺഫർമേഷൻ ഈ 1 hour ഇവിടെ ക്ലോസ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇത് അപ്സൈഡ് ട്രേഡ്സ് ഉള്ളത്. അപ്പൊ നമുക്ക് പറയാം 1 hour ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതിന്റെ ബേസിൽ നമുക്ക് ട്രേഡ്സ് നോക്കാം. അതിന് അപ്പൊ നമ്മൾ ക്ലോസ് നമ്മള് ഈ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ഡൗൺ ചെയ്യുന്ന 10 ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് ന്യൂയോർക്ക് അല്ലെങ്കിൽ മറ്റുള്ള സോൺസിലായിരിക്കും, ടൈമിലായിരിക്കും സെഷൻസ്? ഇന്ത്യൻ സമയം ക്ലോസ് ചെയ്യുന്നല്ല പറഞ്ഞേ. നമ്മൾ 10:30 ആ 1 hour ക്യാൻഡിലില്ല, ആ ഒരു സിംഗിൾ ക്യാൻഡിൽ അതാണ് ക്ലോസ് ചെയ്തത്. ആ 10:30 ക്ലോസ് ചെയ്താൽ 10:31 അടുത്ത ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യും. 24 hour മാർക്കറ്റ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഈ സമയത്തുള്ള മാർക്കറ്റാണ് ന്യൂയോർക്ക് മാർക്കറ്റാണ് അല്ലേ. 5:30 ന്യൂയോർക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ ഉള്ളത് ന്യൂയോർക്ക് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് 1 hour ക്യാൻഡിൽ ഇപ്പൊ അരമണിക്കൂറിൽ കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ബൈ എൻട്രി എടുത്ത് നോക്കി, നമുക്ക് കൺഫർമേഷൻ കിട്ടി, ബൈ എൻട്രി എടുത്തു. നമ്മള് 30 മിനിറ്റ്സ് ബൈ എൻട്രി എടുത്തു കഴിഞ്ഞു. നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് മുമ്പ് ഒരു ഇതിപ്പോ പറഞ്ഞില്ല, അതായത് 5240 സംതിങ് അവിടെ ഫസ്റ്റ് ഇത് പറഞ്ഞത് അല്ലേ? അവിടെയല്ലേ പറഞ്ഞത് ഡ്രൈവർ പറഞ്ഞത്? അത് ഞാൻ സപ്പോസ് വരുവാണെങ്കിൽ അത് നമ്മൾ ഈ 1 hour ക്യാൻഡിൽ ആയിരുന്നെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ടായിരിക്കും അത്ര വരുന്നത്? അതെങ്കിലും നമുക്ക് അങ്ങോട്ട് എത്ര മണിക്കൂറുടെ മൂവ് ചെയ്യാന്നോ? ഓക്കെ, അത് നോർമൽ കേസിൽ എങ്ങനെ അറിയോ? നോർമൽ കേസിൽ ഇപ്പൊ ട്രെൻഡ്, ഒരു സ്റ്റോക്കിന് ട്രെൻഡ് അപ്പ് ആണെങ്കിൽ ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു ഇമോജി കണ്ടോ? ഇമോജി ഞാൻ മൗസ് വെച്ച് പോയിട്ടുണ്ട്. ഇമോജി അതിന് തൊട്ട് താഴെ സ്കെയില് മെഷർ കൊണ്ടുണ്ട്. മെഷർ എടുക്കുക. ഈ ഡൗൺ ട്രെൻഡ് എത്ര നാൾ കൊണ്ടാണ് വന്നു നോക്കുക. ഈ ഡൗൺ ട്രെൻഡ് ഇവിടുന്ന് ഓൾമോസ്റ്റ് 70 ബാർ കൊണ്ടാണ്, 70 മണിക്കൂർ കൊണ്ടാണ്, 3 ദിവസം 1 മണിക്കൂർ കൊടുത്താണ് ഇത്ര താഴത്തേക്ക് വന്നിരിക്കുന്നത് അല്ലേ? ആണ് 3 ദിവസം 1 hour എടുത്തു അല്ലേ? ഇത് കറക്റ്റ് പറയുന്നത് ഇതിനേക്കാളും 6 ദിവസം മേ ബി എടുത്തേക്കാം. എന്തായാലും 3-ൽ കൂടുതൽ ദിവസം എടുത്തേക്കാം. അത് എപ്പോഴും അങ്ങനെ തന്നെ. ഡൗൺ ട്രെൻഡ് ഭയങ്കര ഫാസ്റ്റും, അതിപ്പോ ഓൾ ഓവർ എല്ലാ മാർക്കറ്റും തന്നെ ഡൗൺ സൈഡ് എപ്പോഴും ഫാസ്റ്റും. അത് നമ്മുടെ ജസ്റ്റ് നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ മതി. നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം ബാഡ് ആവാൻ എന്തെങ്കിലും ചെറിയ റീസൺ മതി അല്ലേ? ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞോളൂ. ചില മണ്ടത്തിലറിയാം, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ വിഷമം കിട്ടിയാൽ മതി. പക്ഷെ നമുക്ക് വലിയ ഒരു കുഞ്ഞു വിഷമങ്ങൾ, സന്തോഷം വന്നാലും പെട്ടെന്ന് ചിരിക്കുന്നില്ല. ചിരിക്കാൻ വലിയൊരു കാരണം വേണ്ടി വരും അല്ലേ? അത്രേ ഉള്ളൂ. മാർക്കറ്റും അങ്ങനെ തന്നെ. മാർക്കറ്റ് ഇറങ്ങാൻ ഭയങ്കര സ്പീഡിൽ ഇറങ്ങും. നിങ്ങൾ ഏത് സ്റ്റോക്സ് എടുത്ത് നോക്കിയോ ഫോൾ ഭയങ്കര സ്പീഡിലായിരിക്കും. അപ്സൈഡ് പതുക്കെ കയറുള്ളൂ. അപ്സൈഡ് മാർക്കറ്റ് പതുക്കെ കയറുള്ളൂ. ക്ലിയർ ആണോ? നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുവാണെങ്കിൽ ഏത് പോയിന്റിൽ ഇതിന് വെക്കും? ഈ ഒരു അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഞാൻ ജസ്റ്റ് എക്സ്പീരിയൻസ് പറയാണ്. അല്ലെങ്കിൽ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇപ്പൊ ബ്രോഡ് ഐഡിയ എവിടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ബെറ്റർ? എനിക്ക് അതിന്റെ ഇപ്പൊ നമ്മൾ വരച്ചേക്കുന്ന പുറകിലേക്ക് വരയ്ക്കുന്ന ട്രെൻഡ് ലൈൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു 5000 4900 അല്ലെങ്കിൽ 4000 5000 കാണത്തില്ല. ഒരു സെക്കൻഡ്, ഞാൻ 5450 5000 ആ ഒരു 44 അവിടെയൊക്കെ ആയിട്ട് വെക്കാം. അവിടെ ഓക്കെ. സീതാ മാമിന്റെ അഭിപ്രായത്തിൽ എന്താ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം? ബെറ്റർ അല്ലേ? അത് ഫോറക്സിന്റെ കേസിൽ എങ്ങനെ അറിയോ? ഫോറക്സിന്റെ കേസ് ഇത്രേ ഉള്ളൂ.
നിങ്ങളിത് ഈ സാധനം കറക്റ്റ് ഓർമ്മയിൽ വെച്ചിട്ട് എപ്പോഴും വെറുതെ ചാർട്ട് എടുക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൂവ് ചെയ്യുന്നുണ്ടല്ലേ, ഇങ്ങനെ അപ്സൈഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്സൈഡ് മൂവ് ചെയ്യുമ്പോൾ ബ്രോ ഇവിടെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ബ്രോയുടെ എസ് എൽ എവിടെ ആയിരിക്കും? ഇതിലായിരിക്കും ബ്രോയുടെ എസ് എൽ. ക്ലിയർ അല്ലേ? അല്ലേ? അത് കഴിഞ്ഞ് വീണ്ടും താഴത്തേക്ക് വന്നു, ഇത് ഇവിടുന്ന് കയറാൻ തുടങ്ങി. സീതാ മാം ഇവിടുന്ന് ട്രേഡ് എടുത്തു. സീതാ മാം ഇവിടെ ട്രേഡ് എടുത്തിട്ടല്ലേ? സീതാ മാമിൻ്റെ എസ് എൽ എവിടെ ഇരിക്കും? ഇവിടെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ മാമിൻ്റെ എസ് എൽ ഇവിടെയോ അല്ലെങ്കിൽ ഇതിവിടെ ആയിരിക്കും മാമിൻ്റെ എസ് എൽ വരിക. അല്ലേ? അല്ലേ? തിരിച്ചു കണ്ടോ, വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്യാതെ കൊണ്ട് ഈ ലോ കട്ട് ചെയ്യാതെ വീണ്ടും അവിടെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എസ് എൽ വെക്കുന്നത് എപ്പോഴും ഉണ്ടോ, ഈ 3 ലോയും കണക്ട് ചെയ്തുകൊണ്ട് താഴെ ഈ ഒരു ലെവലിലൊക്കെ ഇവിടെയൊക്കെ എസ് എൽ വെക്കാൻ ഏറ്റവും ബെറ്റർ വരിക 4985 ഒക്കെ. ഓൾമോസ്റ്റ് സിംഗിൾ നിങ്ങൾക്ക് ഗോൾഡിന്റെ ഏറ്റവും ചെറിയ ലോട്ടിൽ നിങ്ങൾക്ക് ഒരു $60 അല്ലെങ്കിൽ $40 എസ് എൽ പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷെ പ്രോഫിറ്റ് ആണെങ്കിൽ ഇതാണ് പ്രോഫിറ്റ് വരിക. 52 ഓൾമോസ്റ്റ് $150 പ്രോഫിറ്റും കിട്ടും നിങ്ങൾക്ക്. 150 അല്ല, 50 240 അല്ലേ? അല്ലേ? $150 പ്രോഫിറ്റും കിട്ടുന്നത്. 1:3 ഒക്കെ സുഖമായിട്ട് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ആ, യെസ്. എന്താ അറിയോ, ഫോറക്സിൽ ഇവിടെ ഈ ഓരോ സ്വിംഗ് ലോയുടെ താഴെ അല്ലെ, ഇതിൽ നമ്മൾ പറയുമ്പോൾ മാർക്കറ്റ് ആണ്, ഇതൊരു സ്വിംഗ് ലോ ആണ്. ഇത് സ്വിംഗ് ഹൈ, അഗെയിൻ സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ അല്ലെ. ഓരോ സ്വിംഗ് ലോയുടെ താഴെ മാർക്കറ്റിൽ ഓർഡേഴ്സ് ഇരിക്കുന്നുണ്ടാവും, പെൻഡിങ് ഓർഡേഴ്സ് ഇരിക്കുന്നുണ്ടാവും അല്ലെ. മാർക്കറ്റ് അപ്സൈഡ് പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ മാം ഓഫീസിലോട്ട് പോകാനായിരിക്കും. മാമിന് ഓഫീസിലോട്ട് പോകുമ്പോൾ വേണ്ട സാധനങ്ങൾ വീട്ടിലടിക്കുന്നെങ്കിൽ നമ്മളെല്ലാം കളക്ട് ചെയ്യില്ലേ, നമ്മളെല്ലാം എടുത്തിട്ടല്ലേ പോവുക അല്ലെ. ഈ ഗോൾഡൻ മാർക്കറ്റ് അപ്സൈഡ് മൂവിയുള്ള മാർക്കറ്റ് ആണെങ്കിൽ താഴത്തെ എല്ലാ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്യുള്ളൂ. അത് ഏത് സൈഡാണ് മൂവ് ചെയ്യുന്നത് അതിന് എഗെയിൻസ്റ്റ് ആദ്യം മൂവ് ചെയ്തിട്ട് എല്ലാ ട്രെൻഡും എല്ലാ ഓർഡേഴ്സും കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് എഗെയിൻസ്റ്റ് മൂവ് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഈ ഗോൾഡിന്റെ നെക്സ്റ്റ് സിഗ്നൽ ഒന്ന് നോക്കണേ, എന്താവുന്നത് അരമണിക്കൂറിലേക്ക്. ആ നോക്കാം, ചെക്ക് കേട്ടത്. ഓക്കെ, ഹാമറിൽ നിന്ന് മാറി ക്യാൻഡിൽ വേറെ ഹാമർ ക്യാൻഡിലായിരുന്നു, മാറിയല്ലോ. അതാ പറയാൻ കാരണം കണ്ടോ മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി സെഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സെഷൻസും വലിയ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ എത്ര പേരുണ്ട്? ആ, സെൽ ബ്രോ ഉണ്ടല്ലേ. ഓക്കെ, നമ്മുടെ NSD/USD കണ്ടിരുന്നോ ബ്രോ? അനാലിസ് ചെയ്തായിരുന്നത്? കാണിച്ചുതരാം. നമുക്ക് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനത്തെ ട്രേഡ് ഒന്ന് കിട്ടിയാൽ മതി മാസത്തിൽ, വേറെ ഒന്നും വേണ്ട. ഓക്കെ അല്ലേ? പഴയ റെസിസ്റ്റൻസ്, പുതിയ സപ്പോർട്ട്, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അല്ലേ? ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ഇങ്ങനത്തെ 1-2 ട്രേഡ്സ് കിട്ടിയാൽ യെസ് 4 hour ആണ്. 4 hour എപ്പോഴും നല്ല വിന്നിംഗ് റേറ്റ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഓൾമോസ്റ്റ് EURUSD നമ്മൾ ഓക്കെ EURUSD ട്രേഡിന്റെ ടാർജറ്റ് ഇതാ പറഞ്ഞത് അല്ലേ? അതും കഴിഞ്ഞ് മാറി താഴത്തേക്ക് വീണിട്ടുണ്ട്. ടാർജറ്റ് ഇതാ പറഞ്ഞത്, അതും കഴിഞ്ഞ് മാറി താഴത്തേക്ക് വീണിട്ടുണ്ട്. EURUSD ഇതിൽ എനിക്ക് ഇവിടെ വരെ ട്രേഡ് ഉണ്ടായിരുന്നതാണ്. ഇത് ഇവിടം വരെ ഫുൾ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് USD CAD, ഈ പാറ്റേൺ ഓർമ്മ ഉണ്ടോ? ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നില്ല. ഈ പാറ്റേൺ ഓർമ്മ ഉണ്ടോ? ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇവിടെ ഹാമർ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് ബൈ എടുക്കാന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ചാർട്ട് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇത് എനിക്ക് തോന്നുന്നു മേ ബി ഇത് കുറച്ചായി. ഈ പാറ്റേൺസ് ഓർമ്മ ഉണ്ടോ? ഇത് പാരൽ ചാനൽ അതിങ്ങനെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും നോക്കാറ് നമ്മൾ മേജർ പെയർ മാത്രമേ നോക്കാറുള്ളൂ. അത് പറയാൻ കാരണം അപ്പൊ ഇതില് ഇപ്പൊ സീതാ മാം പറ, ഇതിൽ ഇനി ഒരു ബൈ സൈഡ് ട്രേഡ്സ് നോക്കാൻ പറ്റും? ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കല്ലേ, ഒരു ബൈ സൈഡ് ട്രേഡ്സ് നോക്കാൻ പറ്റുമല്ലേ? Unlikely. ക്ലിയർ ആയില്ല? Buy side ഇല്ല. റീസൺ
ട്രെൻഡ് എപ്പോഴും മുകളിലേക്ക് പോവുക. ആ അപ് ട്രെൻഡ് ആണല്ലോ അപ്പോൾ. അപ്പം ബൈ സൈഡിൽ ട്രേഡ്സ് നോക്കുക അല്ലേ? അപ്പോൾ ഇതിൽ മാം പറഞ്ഞ കറക്റ്റാണ്, ബൈ സൈഡ് ട്രേഡ്സ് എടുക്കില്ല. പക്ഷെ റീസണും കൂടി പറഞ്ഞാൽ മാം ക്ലിയർ ആവും. സെറിൽ ബ്രോനെ അല്ലെങ്കിൽ ജിനു ബ്രോനെ പറയാൻ പറ്റുമോ റീസൺ എന്താണ് ഇതിൻ്റെ ബൈ സൈഡ് ട്രേഡ്സ് ഇപ്പോൾ എടുക്കില്ല പറയാൻ കാരണം? ഓൾറെഡി റെസിസ്റ്റൻസ് ലൈനിൽ എത്തി നിൽക്കുകയാണ്, അത് റീസൺ. അതുപോലെ ഇത് കണ്ടോ, മാർക്കറ്റ് ആദ്യം ഈ ഹൈ കട്ട് ചെയ്തു, ഈ ഹൈ ബ്രേക്ക് ചെയ്തു, എഗെയിൻ താഴത്തേക്ക് മാർക്കറ്റ് വന്നു അല്ലേ, ഒരു ചെറിയ കറക്ഷൻ മാർക്കറ്റ് നടത്തി. എഗെയിൻസ്റ്റ് മാർക്കറ്റ് വീണ്ടും ഉണ്ടോ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? മേ ബി ഒരു കറക്ഷന് ചാൻസ് ഉണ്ട്, ഒരു കറക്ഷൻ ചാൻസ് ഉണ്ട്. അത് കറക്ഷൻ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എടുക്കാൻ ഏറ്റവും ബെറ്റർ. മേ ബി ചിലപ്പോൾ ഇതിങ്ങനെ കയറി പോയേക്കാം, ചിലപ്പോൾ കയറി പോയേക്കാം. അപ്പോൾ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യുക, ട്രേഡ് എടുക്കണം. കാരണം ഇതിങ്ങനെ പോകുന്ന മാർക്കറ്റാണ്. ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വന്നാൽ മതി, ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് കറക്റ്റ് ചെയ്യാൻ മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ മതി. അപ്പോൾ അത് നമുക്ക് നല്ല പണിയിടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇതാണ് ക്യാൻഡിൽസിൻ്റെ കൺഫർമേഷൻ. ഈ ഒരു ക്യാൻഡിൽ ഏതാ? നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ദിവസം ക്യാൻഡിൽസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തല്ലേ? മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിലെ ക്യാൻഡിൽസ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു 3 ക്യാൻഡിൽ അല്ലേ? ആ ക്യാൻഡിൽ വേറെന്താ? യെസ്, ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് ഡോജി സ്റ്റാർ. ഞാൻ ചെയ്ത മാമിന് വേണ്ടി അതൊന്ന് ജസ്റ്റ് ഇവിടെ ഇതാക്കാം, PPT അതിൻ്റെ ഇതാ. നമുക്ക് 3 ടൈപ്പ് ക്യാൻഡിൽസ് ഉണ്ട്. ഒന്ന് ന്യൂട്രൽ, ബുള്ളിഷ്, ബെയറിഷ് അല്ലേ? അപ്പോൾ അത് റെസിസ്റ്റൻസ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ കാണിച്ച ചാർട്ട് റെസിസ്റ്റൻസിലാണ്. അപ്പോൾ റെസിസ്റ്റൻസിൽ നമുക്ക് ഈ ബെയറിഷിൻ്റെ അണ്ടറിൽ വരുന്ന ക്യാൻഡിൽസ് നോക്കിയാൽ മതി. ഇതേ സെയിം ക്യാൻഡിൽ വന്നിരിക്കുന്നത് ഈവനിങ് സ്റ്റാർ, ഈവനിങ് ഡോജി സ്റ്റാർ അല്ലേ? ഈവനിങ് ഡോജി സ്റ്റാർ. ഈ ഒരു ക്യാൻഡിൽ ഓർത്ത് വെച്ചോ, ഈ ഒരു ക്യാൻഡിൽ ഓർത്ത് വെച്ചോ, ഈ ഒരു ക്യാൻഡിൽ ഓർത്ത് വെക്കി. ഈവനിങ് ഡോജി സ്റ്റാർ ആ റെസിസ്റ്റൻസിൽ ആദ്യം ഒരു ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ബോഡി ഇല്ലാത്തൊരു ഷാഡോ ക്യാൻഡിൽ, എഗെയിൻ അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ അല്ലേ? ഇബ്രാഹിം അത് ചാർട്ട് ഇച്ചിരി മുകളിലേക്ക് കാണിക്കാമോ ഇബ്രാഹിം? ഇരിക്കുന്ന ഞാൻ കാണാൻ പാടില്ല. ഈവനിങ് ജസ്റ്റ് ഒരു പേജേ വരുള്ളൂ തോന്നുന്നേ. അത് പേജ് വരുള്ളൂ. കാണുന്നുണ്ടാക്കി ഇപ്പോഴോ? കാണുന്നുണ്ട് ആക്ച്വലി. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഇത്? ഇതല്ലെങ്കിൽ ഈവനിങ്, ഒന്നല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് ഡോജി സ്റ്റാർ. ഈ രണ്ടും ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, ചാർട്ട് കാണിക്കട്ടെ. ഇതൊക്കെ അല്ലേ? ഇതൊക്കെ അല്ലേ? ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടി, എഗെയിൻ ഒരു ഡോജി ക്യാൻഡിൽ കിട്ടി, കണ്ടോ? ഒരു ഡോജി ക്യാൻഡിൽ കിട്ടി, എഗെയിൻ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ കിട്ടി അല്ലേ? നമുക്ക് ഇവിടെ ഇതിന്റെ എബോ SL വെച്ചുകൊണ്ട് ഇതിൽ ട്രേഡ് എടുക്കാലോ, സെൽ എൻട്രി. കാരണം എന്താ? അപ്പൊ നമുക്ക് ഈ റെസിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല, കാരണം അത് ഫസ്റ്റ് റെസിസ്റ്റൻസ് അല്ലേ? ശാലി മേ ബി ഇവിടെ നിന്നൊക്കെ ട്രേഡ്സ് എടുക്കാം. ഈ ഒരു ഭാഗത്ത് ഇത് ഓൾറെഡി താഴത്തേക്ക് വീണ ഏരിയ അല്ലേ? ഇവിടെ ഓൾറെഡി ഇവിടെ നിന്ന് മാറ്റി താഴത്തേക്ക് വീണതാണ് അല്ലേ? മേ ബി അവിടെ എടുത്തോണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് ഇങ്ങനെ വരച്ചു വരയ്ക്കും 1, 2 ഇതിൽ നമുക്ക് ട്രേഡ്സ് എടുക്കാമല്ലോ എന്തൊക്കെയായാലും അല്ലേ? ഈ ഒരു ക്യാൻഡില് ഷുവറായും ട്രേഡ്സ് എടുക്കാമല്ലോ. ക്ലിയർ അല്ലേ? ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ അല്ലേ? സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ, അപ്സ് ആൻഡ് ഡൗൺസ് ഈക്വൽ ഷാഡോ ഉള്ള സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ, അപ്സ് ആൻഡ് ഡൗൺസ് ഈക്വൽ ഷാഡോസ് ഉള്ള സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ. ഇതാ ന്യൂട്രൽ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിന് അണ്ടറിൽ വരുന്ന സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ. അപ്പോൾ ആ ക്യാൻഡിൽ റെസിസ്റ്റൻസിൽ വന്നാൽ നമുക്ക് സെല്ലുമില്ല ബയ്യുമില്ല. നെക്സ്റ്റ് റെസിസ്റ്റൻസിൽ ആ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം, അല്ല നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൽ അങ്ങനെ സ്പിന്നിങ് ടോപ്പിന് ശേഷം നെക്സ്റ്റ് സ്ട്രോങ് റെഡ് ക്യാൻഡിൽ വന്നു, നമുക്ക് താഴത്തേക്ക് സെല്ല് ചെയ്തൂടെ? താഴത്തേക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ,
അപ്പോൾ അതിന് വിന്നിങ് റേറ്റ് നോക്കിയേക്കാം. നമുക്ക് കണ്ടോ ഇവിടുന്ന് ട്രേഡ് എടുത്താൽ ഇതിൽ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ എൻട്രി പോയിന്റ് വരിക. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ SL വരിക 0.80% നമുക്ക് SL അല്ലേ. അപ്പോൾ 1:1 നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് അത് 98% കയറിയിട്ടുണ്ട്. 80 മതി. നിങ്ങൾ എപ്പോഴും 1:1 ട്രേഡ് ഫോക്കസ് ചെയ്ത് നോക്ക്. അതിൻ്റെ ബ്യൂട്ടി വേറെ. SL ആവാൻ ചാൻസ് വളരെയധികം കുറവാണ്. 1:1 എപ്പോഴും SL ആവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഇതിൽ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്നാ ചോദ്യം തന്നെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് കണ്ടോ നമുക്ക് എൻട്രിയിൽ നിന്ന് നമ്മുടെ എൻട്രി പോയിന്റ് ഇതാണെങ്കിൽ നമുക്ക് SL എത്ര ഷിപ്പ് നോക്കുക അല്ലേ. 84 അല്ലെങ്കിൽ 80. അതേ 80 തന്നെ താഴത്തോട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റും 1:1 വെക്കാം. യെസ്, അതെ, സെയിം റേഞ്ച് വയ്ക്കുക. ചിലപ്പോൾ അത് ഇത് ചിലപ്പോൾ 1.5 ആണെങ്കിൽ താഴത്തേക്ക് 1.5 എടുക്കുക. അതാണ് 1:1 വരുന്നത്. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അടുത്തൊരു ചാർട്ട് പറയുമ്പോൾ നമുക്ക് 4 hourൽ ഓക്കെ ഇത് GBP/USD ആയിരുന്നു. ഇത് നമ്മൾ ഇവിടുന്ന് ഇത് അപ്സൈഡ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് പറഞ്ഞ പെയറായിരുന്നു. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ ട്രേഡ്സ് എടുത്തില്ല. കാരണം എന്താ, നമ്മളിത് അപ്സൈഡ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രേഡ്സ് എടുക്കില്ല നമ്മൾ അല്ലേ. ഞാൻ അത് പറഞ്ഞു GBP/USD ഇവിടെ ആദ്യമായിട്ടൊരു ഫെയിൽഡ് ലോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫെയിൽഡ് ലോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. മേ ബി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഇടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. പക്ഷെ ബ്രേക്ക് ചെയ്തില്ല, നേരെ താഴത്തേക്ക് വന്നു അല്ലേ. പക്ഷെ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ബൈയിൽ നമ്മൾ എന്തായാലും ട്രാപ്പ് ആവില്ല. കാരണം എന്താ, 1 2 3 4 അല്ലേ, 4 വട്ടം റെസിസ്റ്റൻസ് എടുത്ത ലെവലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ട്രാപ്പ് ആവില്ല എന്തായാലും. ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് അടുത്ത് നമുക്ക് ചാർട്ട് പാറ്റേൺസ്, പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേൺസ് ഉള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമുക്ക് AUD/USD ഒരു 4 hour ഡിമാൻഡ് സോൺ ആണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റാവില്ല. നേരെ 1 hour ഇടാം. നമുക്ക് ചിലപ്പോൾ 4 hour ചാർട്ട് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ചെറിയ ടൈം ഫ്രെയിമിക്ക് പോയാൽ കുഴപ്പമില്ല കേട്ടോ. 1 hour നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് 4 hour നോക്കി ഒന്നും ഒരു ഡാറ്റ മനസ്സിലാവണില്ലെങ്കിൽ 1 hour 30 minutes ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇങ്ങോട്ട് നല്ല അടിപൊളി ട്രെൻഡ് ലൈൻസിൽ അപ്സൈഡ് കയറി പോയിരിക്കുന്നത് അല്ലേ. നല്ല ട്രെൻഡ് ലൈൻ. ഇത് മേ ബി ഇതിൻ്റെ ഈ ലെവലൊക്കെ ഇത് കണ്ടോ, ഈ സപ്പോർട്ടൊക്കെ ഉണ്ടോ, ട്രെൻഡ് ലൈനിൽ അവസാന സപ്പോർട്ടൊക്കെ ഇത് ബ്രേക്ക് ചെയ്തിരിക്കാനില്ല. നല്ല സ്ട്രോങ് അല്ലേ. ഇതിൻ്റെ പേരെന്താ, മർബസു ക്യാൻഡിൽ പഠിച്ചില്ലേ, മർബസു, ഷാഡോസ് ഇല്ലാത്ത ക്യാൻഡിൽ. ഇതിന് അപ്സൈഡ് ചെറിയ ഷാഡോ ഉണ്ട്, എന്നാലും നമുക്ക് ബെയറിഷ് മർബസു കൺസിഡർ ചെയ്യാം. ഈ റെഡ് ക്യാൻഡിലിൻ്റെ അപ്സൈഡ് ചെറിയ ഷാഡോ ഉണ്ട്, എന്നാലത് ബെയറിഷ് മർബസു കൺസിഡർ ചെയ്യാം. കാരണം എന്താ, എല്ലാ ക്യാൻഡിൽസിൻ്റെ താഴെ മേലെ ഷാഡോസ് ഉണ്ട് അല്ലേ, അപ്സ് ആൻഡ് ഡൗൺസ് ഷാഡോസ് ഉണ്ട്. മുകളിലെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? സെല്ലേഴ്സ്. താഴത്തെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന ബയ്യർമാർ അല്ലേ. അത് റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും അതേ ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് ഇതിൽ ഇവിടെ ട്രേഡ്സ് നോക്കാം. ഈ ഒരു കോൺസെപ്റ്റ്, ഈ റേഞ്ച് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ ട്രേഡ്സ് നോക്കാം. ഇതിൽ SL, ഇത് SL വയ്ക്കുന്നു. 92 ആണ് SL വരുന്നത്. 92 SL ഉണ്ടെങ്കിൽ 92 തന്നെ പ്രോഫിറ്റ്, 1:1 പ്രോഫിറ്റ്. ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ നേരത്തെ EUR/USD കണ്ടില്ലേ, ഈ ട്രെൻഡ് ലൈൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ വന്നിട്ടില്ലേ, മേ ബി ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ട്രേഡ് എടുത്തു. ഞാൻ ഒന്നുകൂടി ട്രേഡ്സിൻ്റെ പ്രൈസ് ആക്ഷൻ ബേസിൽ എൻട്രി സെറ്റപ്സ് പറഞ്ഞത് ഇത് നമ്മുടെ എൻട്രി അല്ലേ, ഇവിടെ എൻട്രി, ഇത് നമ്മുടെ SL, ഈ ബ്ലൂ നമ്മുടെ SL. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? സിറിൽ ബ്രോ, സീത മാം, ക്ലിയർ അല്ലേ? ഇബ്രാഹിം, ഈ SL നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? നമ്മള് അറിയോ? അത് അഞ്ച് പറഞ്ഞുതരാം. SL പറയുമ്പോൾ നമുക്ക് ചെറിയ ലോസ് ഇറങ്ങി പറഞ്ഞു. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. അത് എന്തിന്റെ ബേസിലാണ് പറഞ്ഞുതരാം. ഓക്കെ, SL മീൻസ് സ്റ്റോപ്പ് ലോസ്, TP മീൻസ് ടാർഗറ്റ് പോയിന്റ്. ഫസ്റ്റ് നമ്മുടെ എൻട്രി ഇതാണ് അല്ലേ, ഇത് നമ്മുടെ SL. ഇവിടെ മാർക്കറ്റ് എടുത്തു, ഇതിൽ നമ്മൾ ട്രേഡ് എടുത്തു. മാർക്കറ്റ് ഇത്രയും താഴ്ത്തേക്ക് വന്നു. മാർക്കറ്റിന്റെ ഡൗൺ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താ? ഒരാൾ പറയും, ഏതെങ്കിലും ഒരാൾ. ഡൗൺ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെ വരിക? നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ ബാച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്കാണ് എൻ്റെ ഒരു നെഗറ്റീവ്. ഇത്രേ
അതിന്റെ കറക്റ്റ് ടൈം മനസ്സിലാക്കി ലോവർ ടു അങ്ങനെ യെസ് യെസ്. അപ്പൊ അതിന്റെ ആ ഞാൻ നിങ്ങൾക്ക് അന്ന് ഗ്രൂപ്പിൽ ആർക്കും അയച്ചിട്ടുണ്ട്. ആ PDF കറക്റ്റ് ഉണ്ട്. ലോവർ ലോസും ലോവർ ഹൈസും ആയിട്ട് മാറിയിട്ട് മൂവ് ചെയ്യാം. അത് അങ്ങനത്തെ നമ്മൾ സ്റ്റെയർ താഴ്ത്തിക്ക് ഇറങ്ങുന്ന പോലെ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് കണ്ടോ, ഇത് ആദ്യം മാർക്കറ്റ് ഇതാ. ഞാൻ എപ്പോഴും പറഞ്ഞു അത് വരയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ട്രെൻഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പാത്ത് പറഞ്ഞ ടൂളുണ്ട്. പാത്ത് ഈ ബോക്സിൽ 1 2 3 4 5ാമത്തെ സെക്ഷനിൽ കണ്ടോ പാത്ത് പറഞ്ഞ ടൂൾ താഴുണ്ട്. പാത്ത് അതെടുത്തിട്ടാണ് ട്രെൻഡ് അനാലിസിസ് വരയ്ക്കേണ്ടത്. കണ്ടോ? അപ്പോൾ ഇവിടുന്ന് ആദ്യം മാർക്കറ്റ് ഇത്രയും താഴ്ത്തിക്ക് ഇറങ്ങി അല്ലേ, തിരിച്ചൊന്ന് പതുക്കെ ഇങ്ങനെ അപ്സൈഡ് കയറി, എഗെയിൻ മാർക്കറ്റ് ഇത്രയും താഴ്ത്തിക്ക് ഇറങ്ങി, വീണ്ടും ഇത്രയും മാർക്കറ്റ് അപ്സൈഡ് കയറി താഴ്ത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അല്ലേ, വീണുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇതാ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ട്രേഡ് എടുത്തു, ഇവിടെ SL വെച്ചു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കണ്ടോ, മാർക്കറ്റ് ഇതാ ഒന്ന് തിരിഞ്ഞ ഇവിടുന്ന് ഇതാ ഇവിടെ ചെറിയ സപ്പോർട്ട് എടുത്തു അല്ലേ, ഇവിടെ അത് ഏത് 1 അവർ 30 മിനിറ്റ്സ് ഇട്ട് കാണിക്കാം. യെസ്, ഇവിടെ ചെറിയ സപ്പോർട്ട് എടുത്തിട്ടില്ലേ ഈ ബ്ലൂവില്, ബ്ലൂ വെക്കണ്ട, ഈ റെഡില് ചെറിയ സപ്പോർട്ട് എടുത്തിട്ടില്ല ഇവിടെ ഇല്ലേ. ഈ സപ്പോർട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ SL ഇല്ലേ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യും. പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് ഇതാ ഇങ്ങനെ പോയി അല്ലേ, താഴത്തേക്ക് ഇങ്ങനെ പോയി മാർക്കറ്റ് പോയി അല്ലേ, വീണ്ടും തിരിച്ചു കയറി, ഇത്രയും തിരിച്ചു കയറി, വീണ്ടും താഴത്തേക്ക് പോകുമ്പോൾ ഇതാ നമ്മുടെ ഇതാ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു സപ്പോർട്ട് ഇല്ലേ, താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു അല്ലേ, താഴത്തേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്തു. അത് പിന്നെ SL എന്ത് ചെയ്യും, നമ്മൾ SL പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കും. ഈ SL നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ആ, അതാണ് SL ട്രെയിലിങ്. ഒരിക്കലും നമ്മൾ ട്രേഡ് എടുത്തിട്ട് നമുക്ക് $10-15 പ്രോഫിറ്റ് ആയിട്ട് പിന്നീട് ലോസിലോട്ട് ഒരിക്കലും വിട്ടു കൊടുക്കരുത്. പിന്നെ ഒരിക്കലും 30 മിനിറ്റിന്റെ അല്ലേ കാണിച്ചേ? അതെ അതെ. നമ്മളിപ്പോ ഈ 1 അവർ ക്യാൻഡിൽ വെച്ച് നോക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? അല്ല, പക്ഷെ 1 അവറിൽ ട്രെൻഡ് എങ്ങടാ, ഡൗൺ ട്രെൻഡ് അല്ലേ അല്ലേ? അത് ഇത്രേ ഉള്ളൂ. സ്പീഡിൽ മൂവ് ചെയ്യുന്ന സാധനം നമ്മളൊന്ന് പതുക്കെ പിടിച്ച് നിർത്തണം. അതിനെ നമുക്ക് കറക്റ്റ് ഒന്ന് അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ സ്ട്രക്ചർ എല്ലാം സെയിം ആയിരുന്നു. 30 മിനിറ്റ്സ് ആകുമ്പോൾ ക്യാൻഡിൽസിൻ്റെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും കൂടി കറക്റ്റ് വായിച്ചെടുക്കാൻ പറ്റും. അത് ക്യാൻഡിൽസ് കൂടുതൽ കാരണം എന്താണ് ആ മാർക്കറ്റ് ആ ചാർട്ട് നമ്മുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അത് കറക്റ്റ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അത് 50 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്നുകൂടി ബെറ്ററാണ്. ഒന്നും ബെറ്റർ എന്നല്ല, പിന്നെ ക്യാൻഡിൽസിൻ്റെ എണ്ണം കൂടുമ്പോഴും പ്രശ്നമുണ്ട്. മാർക്കറ്റ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക. പെയേഴ്സ് പിന്നെ കുഴപ്പമില്ല, ഗോൾഡൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റോറി വായിച്ചെടുക്കാൻ പ്രശ്നമാണ് അല്ലേ. നല്ല സ്ലോ ആയാലും കുഴപ്പമാണ്, നല്ല സ്പീഡ് ആയാലും കുഴപ്പമാണ്. ഒരു മിഡ് റേഞ്ച് അത് 1 അവർ 30 മിനിറ്റ്സ് ഒക്കെ കൊള്ളാം. നമ്മൾ 4 അവറിലാണ് ആദ്യം തന്നെ ട്രേഡ് തന്നെ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ 4 അവർ 1 അവറിലോട്ടോ 30 മിനിറ്റ്സ് വന്ന് നോക്കുന്നത് യാതൊരു തെറ്റില്ല അതിൽ. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഇതേ ഒരു കോൺസെപ്റ്റ് എവിടെ വന്നിരിക്കുന്നത്, ഈ ട്രെൻഡ് കണ്ടോ, ഈ ട്രേഡ് ഇവിടെ ഇത് കാണിച്ചാൽ ഇത് കണ്ടോ, ഇതൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കൂട്ടിക്കോ, ബ്രേക്കൗട്ട് അല്ലേ. നമ്മൾ ഇവിടെ ട്രേഡ്സ് എടുത്തു, ഇതിൽ നമ്മൾ ട്രേഡ് എടുത്തു, ഇത് നമ്മൾ SL വെക്കുന്നു. ഇതിലൊക്കെ ഈ ഇത് കണ്ടോ, പഴയ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നു, ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നു അല്ലേ. ഇവിടെ നമ്മൾ ട്രേഡ്സ് എടുക്കുക, ഇത് നമ്മുടെ SL, ബ്ലൂ നമ്മുടെ SL. ഓക്കെ, ഇത് ഇത്രയും മാർക്കറ്റ് അപ്സൈഡ് കയറിയല്ലേ, ഇത്രയും അപ്സൈഡ് കയറി വീണ്ടും താഴത്തേക്ക് വന്നു. ഇത്രയും മാർക്കറ്റ് ഇവിടുന്ന് ഇത്രയും മാർക്കറ്റ് അപ്സൈഡ് കയറി വീണ്ടും താഴത്തേക്ക് വന്നു അല്ലേ. വീണ്ടും നല്ല സ്ട്രെങ്ത്തിൽ അപ്സൈഡ് ബ്രേക്ക് ചെയ്തു. ഈ റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മേലേക്ക് കയറി അല്ലേ. നമ്മുടെ SL എവിടെയായിരുന്നു, നമ്മുടെ SL ഇതായിരുന്നു നമ്മുടെ SL അല്ലേ. ഈ SL നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, പിന്നീട് നമ്മൾ ലോസ് ആയാൽ പോലും നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങും. പിന്നീട് നമ്മൾ ലോസ് ആയാൽ പോലും പ്രോഫിറ്റിൽ ഇറങ്ങുള്ളൂ. ടാർഗറ്റ് പോയിന്റ് ഫിക്സ്ഡ് ആയിരുന്നില്ലേ അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ? എന്താ പറഞ്ഞേ? ക്ലിയർ. ടാർഗറ്റോ? നമ്മൾ ആദ്യം ടാർഗറ്റ് ഫിക്സ് ചെയ്തിരുന്നോ? അതാ പറഞ്ഞേ. ഏറ്റവും ഈ 1:1 എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റിയ ഒരു ടാർഗറ്റ് ഇല്ല സാറത്. അത് വേറെ കാര്യം. 1:1 ഇപ്പോഴും ചെറിയ ആ അക്കൗണ്ട് വലുത്, ആ അക്കൗണ്ട് പതുക്കെ ഒന്ന് ഗ്രോ ആവണമെങ്കിൽ ടൈം എടുക്കും, ഭയങ്കര ടൈം എടുക്കും. പക്ഷേ വേറെ കാര്യമുണ്ട്, ആ ഡൗൺ പോകുമ്പോഴും ടൈം എടുക്കും.
എന്താ കാരണം അറിയോ? ഇപ്പം ഞാൻ ഇപ്പം ജസ്റ്റ് അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ട്രേഡ് ചെയ്യുന്നു, വേറെ ആളുകൾ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ രണ്ടുപേരും എൻട്രി ഇവിടെ നിന്ന് എൻട്രി വരുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ ട്രേഡ് ഇതാണ് റിസ്ക്, ഇതാണ് പ്രോഫിറ്റ്. സെയിം റിസ്ക് സെയിം പ്രോഫിറ്റ് അല്ലേ? മാർക്കറ്റിന് ഇത് കയറാൻ സുഖമാണ്, ഇത്രയും മുമ്പിൽ കയറാൻ സുഖമാണ് അല്ലേ? അപ്പോൾ ഒരു ട്രേഡ് എടുത്തു, ഞാനും ജിനുമോൻ ബ്രോയും ട്രേഡ് എടുത്തു. ഇതാണ് SL വരുന്നത്, നമ്മുടെ രണ്ടുപേരും SL ഇതാണ്. പക്ഷെ എൻ്റെ TP ഇതാണ് വരുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ബ്രോയുടെ TP ഇവിടെ വരുന്നത്, ഇതിലാണ് വരുന്നത് അല്ലേ? ഇത്രയും പോയിട്ട് തിരിച്ച് താഴത്തേക്ക് വന്നു, ഇത് SL ആയി, ഈ ട്രേഡ് SL ആയി. ബ്രോന് 1% പോയിട്ടുള്ളൂ, പക്ഷെ ഞാൻ അവിടെ സ്റ്റിൽ 1% പ്രോഫിറ്റിലാണ്. നമുക്ക് കണ്ടിന്യൂസ്ലി 5 ട്രേഡ്സ് വരെ അല്ലെങ്കിൽ 4 ട്രേഡ്സ് വരെ ലോസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നത്. അടുത്ത ട്രേഡ്സ് എടുത്തു, അടുത്ത ട്രേഡും അങ്ങനെ തന്നെ. ഇതാ ഇവിടുന്ന് 1:2 ടാർജറ്റ് വെച്ച് ഞാൻ 1:1 കറക്റ്റ് ഇറങ്ങി, ബ്രോ ടാർജറ്റ് ഇതായിരുന്നു, വീണ്ടും ഇത്രയും പോയി വീണ്ടും താഴത്തേക്ക് വന്നു. അപ്പോൾ ഈ ലോസ് വരുമ്പോൾ ഈ പ്രശ്നം അറിയോ? ലോസ് വരുമ്പോൾ സംഗതി പൈസയാണ്, പോയ തിരിച്ചുണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ കൂടെ വേറെ സാധനം കൂടി നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട്. എന്താണെന്ന് ആർക്കും അറിയോ? മൈൻഡ് സെറ്റ് ഭയങ്കര പ്രശ്നമാണ് ഇതിന്. കണ്ടിന്യൂസ്ലി 2-3 SL വന്നാൽ ചില വേറെ കാര്യമുണ്ട് ഇതിന്. രണ്ടാമത്തെ SL നമ്മൾ 1% കറക്റ്റ് ഇറങ്ങിക്കോളം നിർബന്ധമില്ല. ചിലപ്പോൾ നേരത്തെ SL ആയതാണ്, അപ്പോൾ അതൊന്നും കൂടി ആവട്ടെ, ഒന്ന് മേലേക്ക് കുറച്ചെങ്കിലും മേലേക്ക് കയറട്ടെ എന്നിട്ട് നമുക്ക് നോക്കാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങും. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ 1:1 അല്ലെങ്കിൽ 1:2 ആയാലും കുഴപ്പമില്ല. 1:1 5%, 4% ഉള്ളൂ. കണ്ടിന്യൂസ് 4 ട്രേഡ്സൊക്കെ ലോസ് വരാൻ ചാൻസ് ഉള്ളൂ. 1:2 ആകുമ്പോൾ ഒന്നും കൂടി 8-12 വരെ ചാൻസ് ഉണ്ട്. 1:3, 1:4 ഒക്കെ ഒന്നും കൂടി റിസ്ക് ആണത്. അപ്പോൾ നിങ്ങൾ 1:1 ആയാലും 1:2 ആയാലും കുഴപ്പമില്ല. 1:1 ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. ഈ പ്രൈസ് ട്രെൻഡ് ലൈൻ സപ്പോർട്ടൊക്കെ അല്ലേ, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ക്യാൻഡൽസിൻ്റെ കൺഫർമേഷൻ എടുക്കുന്ന ട്രേഡ്സ് ഒക്കെ എപ്പോഴും 1:1 അല്ലെങ്കിൽ 1:1.5 നോക്കി വന്നാലും കുഴപ്പമില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഡെമോ ചെയ്ത് നമ്മുടെ ഈ മലയാളീസ് ഇല്ലേ, മലയാളീസ് പറയുന്നത് 1:2, 1:3, 1:4 ഒക്കെ പറയുന്നത്. പക്ഷെ ഫോറിൻ കുറെ ആൾക്കാരുണ്ട്, ഫോറിൻ കുറെ സാഹിബ്മാരും അതുപോലെ ICTയുടെ ഒരു അയാളുടെ പേര് മറന്നുപോയി, പുള്ളിയൊക്കെ പറയുന്നത് 1:1 പുള്ളി പറയുന്നത്. അവർ പറയുന്നത് നിങ്ങളുടെ റിവാർഡ് റേഷ്യോ മോശമായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. വെച്ചാൽ 1:1 ഇല്ല 1:2 ആയാലും കുഴപ്പമില്ല. കാരണം എന്താ, അവിടെ വിന്നിങ് പ്രോബബിലിറ്റി ഹൈ ആണ്. 100% പറയുമ്പോൾ മാർക്കറ്റ് എന്തായാലും അപ്സൈഡ് മൂവ് ചെയ്യും. എന്നുവെച്ചാൽ നമുക്ക് എന്തിൻ്റെ ബേസ്ഡിലാണ് ഒരു കൺഫർമേഷൻ കിട്ടിയത്, ആ ഒരു കൺഫർമേഷൻ്റെ ബേസിൽ ഒന്ന് ചെറിയ ഒരു പുഷ് കിട്ടും. അപ്പോൾ ഹാഫ് ആയാലും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഹാഫ് വേണ്ട, 1:1 ഫോക്കസ് ചെയ്താൽ അക്കൗണ്ട് പെട്ടെന്ന് മേലേക്ക് കയറും. അതുപോലെ തന്നെ പെട്ടെന്നല്ല, പതുക്കെ ന്യൂട്രലായിട്ട് കയറും ചെയ്യും, അതുപോലെ തന്നെ പതുക്കെ താഴത്തേക്ക് ഇറങ്ങുള്ളൂ. അതാണ് 1:1 ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്. അത് ലാസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം. ഒരു ചെറിയ റിപ്പോർട്ട് ഉണ്ട് അങ്ങനത്ത്. ഞാനും എൻ്റെ മെൻറ്ററും കൂടി അത് നോക്കിയതാണ്. പുള്ളിക്കാരൻ എനിക്ക് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ 1:1 നോക്കിയാൽ മതി, 1:2, 3 ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ, വലിയൊരു എമൗണ്ട് ഇട്ടിട്ട് 1:1 മാത്രം ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് പറയാൻ കാരണം അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളൊരു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു 6 months 9 months ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കും, എന്നിട്ടാണ് ചെയ്യാൻ. ഞാൻ മുന്നേ ചെയ്തിരുന്നതിൽ നമുക്ക് PPT ഒക്കെ ഉണ്ട് ഇതിൻ്റെ. ഇതൊക്കെ അല്ലേ? എമൗണ്ട് കൂടുതൽ വെച്ച് ചെയ്യണം. 1:1 ആണെങ്കിൽ നമ്മുടെ പ്രോഗ്രഷൻ സ്ലോ ആയതുകൊണ്ട് എമൗണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇച്ചിരി ഹെവി ആണെങ്കിൽ നമുക്ക് മന്ത്ലി ഒരു സർട്ടൻ എമൗണ്ട് ഉണ്ടാവാം. അതെ, കറക്റ്റ്. അത് എപ്പോഴും നമ്മൾ പേഴ്സൻറ്റേജിൽ ഫോക്കസ് ചെയ്യുക. ഇത്ര എമൗണ്ട് വേണം പറയാൻ പാടില്ല. കാരണം എന്താ, ഇപ്പോൾ 10,000 ഇട്ട ജയൻ സാറിന് ചിലപ്പോൾ മാസം 10% കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ സിറിൽ ബ്രോന് 10 lakh ക്യാപിറ്റൽ, സിറിൽ ബ്രോന് കിട്ടിയിട്ടുണ്ടാവും 10%. രണ്ടുപേർക്കും 10% കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ സിറിൽ ബ്രോന് എത്ര വരിക, 1 lakh ജയൻ സാറിന് അത് വെറും 1000 രൂപ ഉണ്ടാവുള്ളൂ, 1000 rupees ഉണ്ടാവുള്ളൂ അല്ലേ? പേഴ്സൻറ്റേജ് രണ്ടുപേർക്കും സെയിം ആണ്. ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ കേട്ടില്ല. ചാൻസ് കുറവായിരിക്കും, പൈസ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ചെയ്യും. കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഡെമോയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് $30, $50, $100 ഇട്ടിട്ട് റിയൽ അക്കൗണ്ടിൽ നിങ്ങൾ മേജർ പെയർ ഗോൾഡ് നോക്കരുത്. ഗോൾഡ് ഇന്നലെയൊക്കെ ഞാൻ ട്രേഡ് ചെയ്തിട്ട് $27 ലോസ് ഉണ്ടാവും, സിംഗിൾ 0.1 അത്ര വലിയ ഡോളർ ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് നോക്കണ്ട, പെയർ മാത്രം നോക്കുക. ഫോറക്സ് പെയേഴ്സ്, മേജർ പെയേഴ്സ്, അതിൽ ക്രോസ് പെയേഴ്സിനും കുഴപ്പമില്ലാത്ത 4-5 പെയേഴ്സ് ഉണ്ട്. അത് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. 1:1 ചെയ്ത്, അതും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 4 hour 1 hour നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ എപ്പോഴും ചാർട്ട് നോക്കണ്ട, ഓരോ സോൺ മാർക്ക് ചെയ്ത് വയ്ക്കുക അല്ലേ? ആ സോണിലോട്ട് മാർക്ക് വരുമ്പോൾ ഒരു അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾട്ട് അടിച്ചിട്ട് ഒരു അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും.
അലേർട്ട് അടിച്ചതിന് ശേഷം ഓരോ 1 അവർ നമുക്ക് 1 അവർ ക്യാൻഡിൽ അവിടെ ക്ലോസ് കിട്ടണം, ഒരു കൺഫർമേഷൻ കിട്ടണം അല്ലേ. അപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ 4 അവർ കൺഫർമേഷൻ നോക്കുന്ന ആളാണെങ്കിൽ ഞാൻ വേറെ ഒരു കാര്യം ചോട്ടെ, നമ്മളിപ്പോ സെറ്റ് ചെയ്ത് വെച്ചപ്പോ ഇപ്പൊ ലോസിന്റെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ടാർഗറ്റും സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇതില് നമ്മള് ഈ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരു $100 നമ്മൾ ഇട്ടു. അപ്പൊ ഇത് മുകളിലേക്ക് കയറേണ്ട താഴേക്ക് നമ്മളിപ്പോ 4 മണിക്കൂറിന്റെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് നമ്മൾ ഈ $100 താഴേക്ക് പോയാൽ നമ്മളെ പൈസ ലോസ് വരില്ല. അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാണ്ട് നിൽക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുമോ? ഓക്കെ, ഇതിനുള്ള ആൻസർ ഇപ്പോൾ തരാം. ഈ ലിങ്ക് ഇപ്പോൾ കട്ടാവും, മേ ബി അടുത്ത ലിങ്ക് ഇപ്പോൾ അയക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ കയറി. ഓക്കെ ഓക്കെ, രണ്ട് എടുക്കാറുണ്ട്. ഓക്കെ, ആ ജയനൻ സാറ് ചോദിച്ച ചോദ്യം കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോ 4 മണിക്കൂറിന്റെ സെറ്റ് ചെയ്ത് വെച്ച് അതിൽ ടാർഗറ്റ് സെറ്റ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ നമ്മള് ലോസിന്റെ ലെവലും സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇത് നമ്മള് ഒരു 4 മണിക്കൂറിന്റെ ഈ അതുപോലെ തന്നെ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ ഒരു €100 നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ 4 മണിക്കൂറിനുള്ളിൽ അത് ലോസ് ആയി പോകും. അല്ലെങ്കിൽ നമ്മള് അത് ചെക്ക് ചെയ്തിട്ട് ആ സമയത്ത് മാത്രം നമ്മൾ എല്ലാവരും അടിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അലാം ഞാൻ ഉദ്ദേശം എന്താ അറിയോ, ഇപ്പൊ നമ്മളൊരു സോണിൽ ബൈ എൻട്രി പ്ലാൻ ചെയ്തു, ഒരു ബൈ എടുക്കാൻ പ്ലാൻ ചെയ്തു. അപ്പൊ അത് നമുക്ക് ഇപ്പോൾ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സോൺ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് കിട്ടും. ആ സോൺ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് കിട്ടും. അത് മനസ്സിലായി. അപ്പൊ നമ്മൾ ബൈ ചെയ്തു ഒരു ബൈ ചെയ്ത് നമ്മൾ $100 ബൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് നമ്മൾ 4 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചതാണല്ലോ. അപ്പൊ സെയിൽ ഇനി അടുക്കുമ്പോൾ സെയിൽ ചെയ്യാണല്ലോ വേണ്ടത്. ആദ്യം ബൈ ചെയ്ത് പിന്നെ സെല്ലാണ്. സെയിൽ. അപ്പൊ അതിനിടയ്ക്ക് ഇത് താഴെ ഇറങ്ങി പോയാലും നമുക്ക് പൈസ ലോസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ മാത്രം ലോസ് വരും. ഇപ്പൊ ഈ ചാർട്ട് കാണുന്നില്ലേ അല്ലേ, നമ്മളിത് ഇവിടെ ട്രേഡ് തരികയും ഇത് നമ്മുടെ ട്രേഡ്, ഇത് എൻട്രി പോയിന്റ്, ഇത് പ്രോഫിറ്റ്, ഇത് SL അല്ലേ. നമ്മൾ ഇവിടെ ട്രേഡ് എടുത്തിട്ട് നമ്മൾ എടുത്ത സമയത്ത് ഇവിടെ ആയിരുന്നു മാർക്കറ്റ്, താഴത്തേക്ക് അങ്ങനെ ലോസ് ആയിരിക്കും, നമുക്ക് ലോസ് ആയിരിക്കും. അല്ല, സെയിൽ ചെയ്ത മാത്രം പ്രശ്നമുള്ളൂ. അതെ, സാർ സെയിൽ ചെയ്ത പ്രശ്നമുള്ളൂ. സെയിൽ ചെയ്ത സാർ ഈ ലോസ് സാർ ഇത് ബുക്ക് ചെയ്തു, ഈ ലോസ് സാർ അക്സെപ്റ്റ് ചെയ്തെന്ന് അർത്ഥം. സെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ സാറിന് അഥവാ തിരിച്ച് കയറിയാലും ഇത് പ്രോഫിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സാർ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതാ ഡൗട്ട്. ഈ 4 മണിക്കൂർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പുറകോട്ട് പുറകിലതാ നമ്മൾ ഈ ബാറിന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം, ടൂൾസ് ബാറിലെ ലെഫ്റ്റ് സൈഡില്. അതാ. അപ്പൊ ഇവിടെ ഞാനിപ്പോ ഒന്ന് ഞാൻ ബൈ ചെയ്തു. 4 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു 4 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാല് ഏകദേശം ഈ ഒരു ലെവല് ഇവിടെ ഒരു 1, 2, മൂന്നാമത്തെ ഒരു ലെവൽ സൈഡിലത്തെ ആ ഡി ഇല്ലേ USD ഡി ആണല്ലേ, അതിന്റെ ആ ലെവലില്. അപ്പൊ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് താഴേക്ക് ഇറങ്ങിയാൽ നമ്മളെ പൈസ പോകുന്നില്ല. നമ്മൾ സെയിൽ ചെയ്താൽ ഈ ചെയ്യുമ്പോൾ മാത്രമേ പൈസ പോകുള്ളൂ. ഓക്കെ, അതിന് എക്സാമ്പിൾ തരാം. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്ത് വരിക, ഇത് നമ്മുടെ എൻട്രി പോയിന്റ് കേട്ടോ. ഞാൻ ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റണ്ടേ, ഇതൊന്ന് കളയുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ എൻട്രി പോയിന്റ്, ഇത് SL, സോറി ഇത് TP നമ്മുടെ. ഓക്കെ, സാറിൻ്റെ ക്യാപിറ്റൽ എത്രയായിരുന്നു?
$100 $100 അല്ലേ? നമ്മുടെ ഇത് AUD USD ആണ്. $100 ഇത്രയും താഴത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ പ്ലാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് എടുത്തിട്ട് ഇത് എത്തുമ്പോൾ $50 പ്രോഫിറ്റ്, ഇവിടുന്ന് താഴത്തേക്ക് വന്ന $50 ലോസ് അല്ലേ? ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് സാറ് ആ $50 എക്സിറ്റ് ചെയ്താൽ മാത്രം. അപ്പം നമ്മൾ സാധനം വിൽക്കാൻ കിട്ടും അല്ലേ? സാറിന് 1 lakh ഡിമാൻഡ് ചെയ്ത സാധനം 50,000 ആൾക്കാർ ചോദിക്കാം. സാറ് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഇത് പോകുന്നുള്ളൂ, വിറ്റു എന്ന് പറയുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം, 1 lakh എന്ന് കിട്ടുന്ന കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇത് ഇത്രയും $50 ലോസ് വന്നിട്ട് കൊടുക്കണം നിർബന്ധമില്ല, യാതൊരു നിർബന്ധമില്ല. തിരിച്ച് കയറുകയാണെങ്കിൽ $50 റിക്കവർ ആയിട്ട് ചിലപ്പോൾ $50 പ്രോഫിറ്റ് അയക്കാം. അതുപോലെ ഒറ്റ ഇഞ്ച്. അപ്പോൾ ഇതിങ്ങനെ പോയിരിക്കും, ഇങ്ങനെ പോയിരിക്കും. അപ്പം ഇതിൻ്റെ കഥ എന്താണെന്നറിയോ? നമുക്ക് ഇത്രയും മൂവ് ചെയ്തപ്പോൾ $50 ലോസ് വന്നു അല്ലേ? വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഇത്രയും മൂവ് ചെയ്ത് $50 ലോസ് വന്നു. അപ്പം ഇത്രയും മൂവ് ചെയ്യുമ്പോൾ നമുക്ക് $100 ലോസ് വരും അല്ലേ? പിന്നെ തിരിച്ച് കയറിയാൽ ഇത് ആ $100 പ്രോഫിറ്റ് ആവുമോ? ആ ലോസുള്ള ഡോളർ പിന്നെ പ്രോഫിറ്റിലാവുമോ? അത് ജയൻ സാർ പറഞ്ഞോ. ആവില്ല. നമ്മുടെ അക്കൗണ്ട് ഇവിടുന്ന് വാഷ് ഔട്ട് ആയി പോകും. വാഷ് ഔട്ട് നമ്മുടെ അക്കൗണ്ട് പിന്നെ മാർക്കറ്റ് തിരിച്ചു കയറും, നമ്മുടെ അക്കൗണ്ട് കയറില്ല. കാരണം നമ്മുടെ അക്കൗണ്ടിൽ ആ ഫണ്ട് കഴിഞ്ഞു, അവർ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ബ്രീച്ച് ചെയ്യുക അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് വാഷ് ഔട്ട് എന്ന് പറയുന്നത്. അക്കൗണ്ട് പിന്നെ തിരിച്ചു കയറുമ്പോൾ മാർക്കറ്റ് മാത്രം നമ്മൾ ഇന്ന് നോക്കിയിരിക്കുക. അതാണ്. യെസ്, അത് ക്ലിയർ അല്ലേ? യെസ്, നോക്കട്ടെ. $10:30 നമുക്ക് 1 hour ക്യാൻഡലായിരുന്നു അല്ലേ? 1 hourൽ ഓക്കെ, 1 hourൽ കൺഫേം ആയി അല്ലേ? കൊള്ളാം. ഈ പറഞ്ഞത് ഇത് നമ്മുടെ എൻട്രി പോയിന്റ്. ഇത് നമുക്ക് SL വെക്കാം. 34 TPSL 34 തന്നെ നമുക്ക് ടാർജറ്റും വെക്കാം. അതിൽ 1 hourൽ 1:1 ഒക്കെ. ഓക്കെ, ഗോൾഡിൽ നമുക്ക് പല രീതിക്ക് എൻട്രി സെറ്റപ്സ് ഉണ്ടോ? അപ്പോൾ ഇതിൽ കണ്ടോ, ഇത് 3 മിനിറ്റ്സിൻ്റെ അല്ലെങ്കിൽ 5 മിനിറ്റ്സിൻ്റെ ഒരു ചെറിയൊരു ഇത് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസ് ആണ് കാണുന്നത്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ വേണമെങ്കിൽ 5 മിനിറ്റ്സിൻ്റെ ആണ്. പക്ഷെ ഇത് വെറുതെ ലൈൻ വരയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ, അത്ര ആക്യുറസി കിട്ടാൻ ചാൻസ് കുറവാണ്. ഇങ്ങനത്തെ 10 കിട്ടിയാൽ 5 6 വിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ 6 ലോസ് ആയേക്കാം. ഇങ്ങനെ വരച്ചു നോക്കാം, ട്രെൻഡ് റെസിസ്റ്റൻസ് പറയാം. എത്രമാത്രം വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വിന്നിങ് പ്രോബബിലിറ്റി കുറവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഗോൾഡ് ഇങ്ങനെ നല്ലൊരു സ്ട്രെങ്ത് വരെ കാണിച്ചിട്ടാണ് ചീറ്റ് ചെയ്ത് താഴ്ത്തി പോകുന്നത്. ഗോൾഡ് നമുക്ക് 50 മിനിറ്റ്സിൽ അല്ല, അത് ശരിയാണ്. പിന്നെ നമ്മൾ എപ്പോൾ ട്രേഡ് ചെയ്താലും ഒന്നും 100% വർക്ക് ചെയ്യില്ല. ഇവിടെ എല്ലായിടത്തും 100% വർക്ക് ചെയ്യുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ, നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതിൽ ഇറങ്ങിപ്പോരും. നിങ്ങൾ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിക്കോ, നിങ്ങൾക്ക് വിൻ ചെയ്യാം. എഴുതി തരാം. സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിയ റിസ്ക് മാനേജ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു ട്രേഡ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ കയറുന്ന വ്യൂ ഉണ്ടായിരിക്കും. നമുക്ക് മിനിമം റിസ്ക് എടുത്ത് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഒരു $100 അക്കൗണ്ടിൽ ഒരു $500 അക്കൗണ്ടിൽ ഒരു 5%, $500 അക്കൗണ്ടിൽ 5% പറയുമ്പോൾ $25 അല്ലേ? $25 അല്ലെങ്കിൽ 2.5% റിസ്ക് ചെയ്യുക. $500 അക്കൗണ്ടിൽ 2.5% റിസ്ക് ചെയ്യുക. അപ്പോൾ $12 $13 ലോസ് വന്നാൽ അത് ഇനി അതിൻ്റെ കഥ എന്തും ആയിക്കോട്ടെ, തിരിച്ച് കയറാനുള്ളതാവട്ടെ, എന്തും ആയിക്കോട്ടെ, അത് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പോവുക. അതൊരു ഹാബിറ്റാണത്. അത് ഉണ്ടാക്കിയെടുത്താണല്ലോ അടിപൊളിയായിരിക്കും, ഉറപ്പില്ല. നിങ്ങൾ എത്ര വീഡിയോസ് ഉണ്ട്, ഞാൻ ഈ സൈക്കോളജി ലെവൽസ് എല്ലാം കാണുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഡീപ്പായിട്ട് ചാർട്ട് അനാലിസിസ് പഠിക്കുന്ന എല്ലാവരും പറയുന്നത്. കുറച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എപ്പോഴും ചാർട്ട് അനാലിസിസ് ഇമ്പോർട്ടൻസ്, കുറച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന എല്ലാം റിസ്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ആൾക്കാർ അത് കൊടുക്കാത്ത ആൾക്കാർ വിൻ ചെയ്യാത്തതും. ഓക്കെ, നിങ്ങൾക്ക് ചാർട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ചാർട്ട് പാറ്റേൺസാണ്. പ്രൈസ് ആക്ഷൻ്റെ ചാർട്ട് പാറ്റേൺസ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു ഇൻട്രോ തരാം. ഇന്ന് ഞാൻ ചാർട്ടിൽ ഇരിക്കാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ ജയൻ സാറിനൊക്കെ ക്ലാസ് മിസ്സായിട്ടുണ്ട്, സീതാ മാമിൻ്റെ ക്ലാസ് മിസ്സായിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഡെയിലി ക്ലാസ് കേൾക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഇന്നും അതന്നെ റിപ്പീറ്റ് ചെയ്യാൻ കാരണം. നെക്സ്റ്റ് ദിവസം നമുക്ക് പ്രൈസ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാറ്. ചാർട്ട് പാറ്റേൺസ് നമുക്ക് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസും ഉണ്ട്, ചാർട്ട് പാറ്റേൺസും ഉണ്ട്. കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് പറയുമ്പോൾ റെഡ് ഗ്രീന്, ഈ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്. ചാർട്ട് പാറ്റേൺസ് പറയുമ്പോൾ
കുറച്ചധികം ക്യാൻഡിൽസ് കൂടിയിട്ട് ഒരു പിക്ചർ ഫോം ചെയ്യാം. കുറച്ചധികം ക്യാൻഡിൽസ് കൂടിയിട്ട് ഒരു പിക്ചർ ഫോം ചെയ്യുക. അതിനാണ് ചാർട്ട് പാറ്റേൺസ് വിളിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ തരാം അതിൻ്റെ. ഇതൊക്കെ കണ്ടോ? PDF കാണണ്ടോ? ഇതിനാണ് ചാർട്ട് പാറ്റേൺസ് പറയുന്നത്. മാർക്കറ്റിൽ നമുക്ക് ഒരു ഇപ്പം സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയില്ലേ, അവിടെ ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ്സ് എടുക്കാം. ട്രിപ്പിൾ ടോപ്പ്, ട്രിപ്പിൾ ബോട്ടം, ഹെഡ് ആൻഡ് ഷോൾഡർ, ഒരു ട്രിപ്പിൾ ബോട്ടം, ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ബുള്ളിഷ് പെനന്റ്, ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഫോം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാം. ഇപ്പോൾ ഗോൾഡിൻ്റെ കേസ് വരുമ്പോൾ ഗോൾഡിൽ ഇതെല്ലാം വർക്കിംഗ് ആണ്. ഫോറക്സ് പേയേഴ്സിൽ വരുമ്പോൾ ചിലതിൽ വർക്കിംഗ് ആണ്, ചിലതിൽ വേറെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ക്ലാസ് വരിക. പിന്നെ എന്തായാലും എടുക്കുന്നില്ല, ജസ്റ്റ് ഇതാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് ഇതുവരെ ക്ലാസ് എടുത്തതിൽ ഇപ്പോൾ ഇതുവരെ നമുക്ക് ക്യാൻഡിൽസ് കഴിഞ്ഞു, സപ്പോർട്ട് റെസിസ്റ്റൻസ് കഴിഞ്ഞു, മാർക്കറ്റിന് ട്രെൻഡ് അനാലിസിസ് കഴിഞ്ഞു അല്ലേ. ഒരു അപ് ട്രെൻഡ് മൂവ് ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ എങ്ങനെ അനാലിസ് ചെയ്യുക, ആ പാത്ത് ടൂൾ എടുത്തിട്ട് വരയ്ക്കുന്നു, ഹൈ ലോയും മാർക്ക് ചെയ്യുന്നു അല്ലേ. ഫസ്റ്റിലെ നമ്മൾ നിങ്ങൾ തന്നെ ഒരുപാട് സ്റ്റോക്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിറിൽ ബ്രോ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ ആരോ നമ്മൾ അപ്പം സീതാ മാം തന്നെ പറഞ്ഞില്ലേ അത് ബൈ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. കാരണം ഓവർ വാല്യൂഡ് നിൽക്കുകയാണ്. അങ്ങനത്തെ ചെറിയ നോളജ് ആയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ? എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ 0 നോളജ് ആയിരുന്നു അല്ലേ. സിറിൽ ബ്രോന് മാത്രമായിരുന്നു പിന്നെ ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൂ, ബാക്കി ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് എൻ്റെ വിശ്വാസം. ആ ക്ലിയർ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു എന്തായാലും ബെറ്റർ ആയിട്ടില്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഉറപ്പായിട്ടും. അപ്പോൾ ഇനി കുറച്ചും കൂടി നെക്സ്റ്റ് വരുന്നത് ഈ ചാർട്ട് പാറ്റേൺസ് ആണ്. അപ്പോൾ ഇതിൽ എല്ലാ ചാർട്ട് പാറ്റേൺസിലും നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസ് അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതിപ്പോൾ പ്രൈസ് ആക്ഷൻ ആവട്ടെ, ICT ആവട്ടെ, SMC ആവട്ടെ, എലിയൂട്ട് വേവ് തിയറി ഒക്കെ ഉണ്ട്. ഇത് ഏതിനും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് അടുത്ത ക്ലാസ്സിന് മുന്നേ ഒന്ന് കുറച്ചധികം നോക്കി, കുഴപ്പമില്ല. ഞാൻ അയച്ചു തരുന്ന പെയറില്ലേ ചാർട്ടുകൾ, അതെടുത്തിട്ട് നിങ്ങൾ അങ്ങനെ അതന്നെ നിങ്ങൾ ഡ്രോ ചെയ്ത് നോക്കിയോ. നിങ്ങൾക്ക് സെൽഫായിട്ട് അനാലിസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഗ്ഗ്രൂപ്പിലൊന്ന് ചോദിക്കാറില്ല, അപ്പോൾ ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഞാൻ വരച്ച തന്നെ നിങ്ങൾ വരച്ചിട്ടുണ്ട്. നമ്മളായിട്ട് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും അല്ല, അതിൻ്റെ മേലെ കൊണ്ട് വരച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഒരു ഇത് കിട്ടില്ല, റെഫറൻസ് കിട്ടില്ലോ. അങ്ങനെ കുറച്ച് പാറ്റേൺസ് നോക്കണം. അതുപോലെ ക്യാൻഡിൽസ് നോക്കണം. ക്യാൻഡിൽസ് ഒരു കൺഫർമേഷനാണ്. പ്രൈസ് ആക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. സപ്പോർട്ട്, ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടി, മൂന്നാമത്തെ സപ്പോർട്ടിൽ നിന്ന് ഒരു ക്യാൻഡിൽസ് കൺഫർമേഷൻ കിട്ടിയാൽ 1:1, 1:2 ഒക്കെ നമുക്ക് ട്രേഡ്സ് എടുക്കാം. നല്ല ട്രേഡ്സ് ആയിരിക്കും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ട്രേഡ്സ് എടുക്കാം. ഇതുവരെ ക്ലിയർ ആണ്. ഇനി നമുക്ക് അടുത്തുള്ളത് ചാർട്ട് പാറ്റേൺസ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, OB, നേരെ റിവേഴ്സൽസ്, പിന്നെ ഫിബ് സോൺസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ തീരെ എടുക്കാൻ പറ്റാത്ത ഇത് തീരെ നമുക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് ഇല്ലേ, ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് എന്ന് വെച്ചാൽ വലിയ ടൈം ഫ്രെയിം അല്ല, ചെറിയ ടൈം ഫ്രെയിംസ് ബ്രേക്ക് ഔട്ട്സ് ഇല്ലേ, 5 മിനിറ്റ്സിൽ 50 മിനിറ്റ്സ് നല്ല ബ്രേക്ക് ഔട്ട് ഇട്ട് കയറുന്ന സ്പെയർ ആണെങ്കിൽ അത് അങ്ങനെ അതിൻ്റെ പാർട്ടിന് കിട്ടുള്ളൂ. നമ്മൾ ആ വഴിക്ക് നോക്കുക ചെയ്യണ്ട. കാരണം ബ്രേക്ക് ഔട്ട് പെയർസ് ഒക്കെ നെക്സ്റ്റ് സിംഗിൾ ക്യാൻഡിൽ തിരിച്ചടിക്കുന്നത് താഴ്ത്തി അടിക്കും. അതാണ് പറയാൻ കാരണം. ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ക്യാൻഡിൽസ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇനിയും തിരക്കാർക്കും ബിസി ഉണ്ട്, നമുക്ക് ഒന്നുകൂടി ചാർട്ട് ചെയ്ത് നോക്കാം. ഇന്ന് എന്തായാലും പുതിയ ടോപ്പിക് എടുക്കുന്നില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മുടെ ഗോള് ഈ ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ എൻട്രി ചെയ്ത് എക്സിറ്റ് ഇൻട്രാഡേ ആണോ നമ്മുടെ ഗോള്, അതോ അതിൽ കൂടുതലാവാമോ? ചോദിക്കാൻ കാരണം ചോദിക്കാൻ കാരണം എപ്പോഴും നമ്മൾ 4 hour നോക്കിയിട്ട് 1 സൂം ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട് കണ്ടത്. അപ്പൊ അതിന്റെ കാരണം ഇൻട്രാഡേയിൽ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചതാണോ അങ്ങനെ ചെയ്തേ? അല്ല,
4 hours നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയായിരിക്കും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് അന്നിട്ട് ബിറ്റ് കോയിൻ. 4 hours കൺഫർമേഷൻ കിട്ടി നമുക്ക് അല്ലേ. പിന്നെ നമുക്ക് 4 hours കൺഫർമേഷൻ കിട്ടി. പിന്നെ അടുത്തൊരു 4 hours ബ്രേക്ക് ഔട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എൻട്രി പോയിന്റ് കുറച്ച് വലുതായേക്കാം അല്ലേ. 1 hour ക്യാൻഡിൽ ഇപ്പോൾ 1:30 ഓപ്പൺ ചെയ്ത 1 hour ക്യാൻഡിൽ 2:30 ക്ലോസ് ചെയ്യും. പക്ഷേ 4 hour ക്യാൻഡിൽ എപ്പോഴാണ് ക്ലോസ് ചെയ്യുക? 1:30, 2:30, 3:30, 4:30, 5:30 ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ നമുക്കൊരു എൻട്രി കിട്ടുക അല്ലേ. അപ്പോൾ അവിടെ വേറെ കാര്യമുണ്ട്. അത് ആ ഒരു 4 hour ക്യാൻഡിൽ നെഗറ്റീവായിട്ട് താഴ്ത്തി പോരേണ്ട ഒരു പെയർ ആണെങ്കിൽ, സെഗ്മെന്റ് ആണെങ്കിൽ, ആ 4 hour നോക്കി എടുക്കുന്ന ആൾക്കാർക്ക് അതിൽ എൻട്രി കിട്ടില്ല. അപ്പോൾ ആ ലോസ് വരില്ല. പകരം നല്ലൊരു എൻട്രി പോയി നേരത്തെ എൻട്രാൻ വേണ്ടിയിട്ട് 1 hour നോക്കിയ ആൾക്കാർക്ക് എല്ലാവർക്കും ലോസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് 4 hour നല്ലൊരു സപ്പോർട്ട് സോൺ കിട്ടിയായിരിക്കും. പക്ഷേ മൂന്നാമത്തെ സപ്പോർട്ടിൽ നല്ലൊരു ക്യാൻഡിൽസ് കൺഫർമേഷൻ കിട്ടി. നമ്മൾ ഒരു 4 hour ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1 hour ഇട്ടിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ട്രേഡിൽ കയറി എൻ്റർ ആവുന്നുണ്ട് അല്ലേ. 1 hour കേട്ട് നമ്മൾ ബൈയിങ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ടാർഗറ്റിൽ എത്താൻ വേണ്ടിയിട്ട് മേ ബി 1-2 ദിവസം എടുത്തേക്കാം. ഞാൻ ആ ബിറ്റ് കോയിൻ അയച്ചിട്ട് പിന്നെ 2-3 ദിവസം ടാർഗറ്റിൽ എത്തുന്നത് അല്ലേ. ഇപ്പം നോക്കി കറക്റ്റ് അറിയാം. ഇപ്പോഴാണ് അത് ഡൗൺ സൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ സ്റ്റിൽ ബുള്ളിഷ് ആയിരുന്നു ട്രെൻഡ് ഉണ്ടാകുന്നത്. 4 hour നോക്കുമ്പോൾ ചിലപ്പോൾ മേ ബി ചിലപ്പോൾ അത് എന്തായാലും 30 minutes 40 minutes കൊണ്ട് 1 hour പ്രോഫിറ്റ് ആവില്ല. എന്തായാലും ഇത് ഒരു ദിവസം എന്തായാലും എടുക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസം എടുത്തേക്കാം. അത് നമുക്ക് ഇൻട്രാഡേ പർപ്പസിന് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അനാലിസിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ചെയ്യേണ്ടത് 1 hour സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 30 minutes സ്റ്റാർട്ട് ചെയ്യുക. അതിന് അത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 50 minutes, 30 minutes, 50 minutes, 5 minutes ആണ് ഇൻട്രാഡേക്ക്. നമുക്ക് പെട്ടെന്ന് ട്രേഡ് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് പെട്ടെന്ന് ട്രേഡ്സ് എടുത്ത് മാറണം. സ്വിംഗ് ട്രേഡ് പറയുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും. പതുക്കെ പ്രോഫിറ്റ് ആവുള്ളൂ, പതുക്കെ ലോസും വരുള്ളൂ. അതിന് ചോദിച്ചതിന് കറക്റ്റ് ആൻസർ കിട്ടിയ ഞാൻ capital.com പറഞ്ഞൊരു ബ്രോക്കറിലാണ് മുമ്പ് ചെയ്തിരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നതിന് എമൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ബിറ്റ് കോയിൻ അങ്ങനത്തെ ഇതൊക്കെയാണ് അന്ന് ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ. ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ അവർക്ക് ചാർജ് വരുന്നില്ല. നമുക്ക് എക്സ്എൻഎസ് അല്പാരി ഗോൾഡ് ആണെങ്കിൽ ചാർജ് വരുന്നുണ്ട്, ചെറിയ കമ്മീഷൻ പോലെ, സ്വാപ്പ് കമ്മീഷൻ പോലെ. ബാക്കിയൊന്നും ചാർജ് വരില്ല എന്ന് തോന്നുന്നു കേട്ടോ. ആ ഇന്ന് നമുക്ക് സ്ഥിരം കയറും ജസ്റ്റിൻ ബ്രോ ആണ് കുറച്ച് പേര് കയറിയിട്ടല്ലേ. ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ടോ? അല്ല ഇനി ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല, ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. പിന്നെ പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നോ? എന്തോ നിങ്ങള് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ലോസ് എന്താ, ഭയങ്കര ചെറിയ വോളിയം. ഒരു മാസത്തിൽ ഒരു 1000, 1200. ചില ദിവസങ്ങളിൽ നമുക്ക് 200 രൂപ കിട്ടും, 200 euro ഒക്കെ കിട്ടും. ചില ദിവസത്തിൽ നമുക്ക് ട്രേഡ് ചെയ്തില്ല, കാരണം നമുക്ക് നല്ല പാറ്റേൺ കിട്ടത്തില്ല. അപ്പം വെറുതെ നോക്കിയത് കുറെ സമയം പോകത്തില്ലേ. ടു ബി ഓണസ്റ്റ് നമുക്കൊരു പെരാർ നമുക്കൊരു മിനിമം റേഞ്ചില്ലേ ഇവിടെ, അത് കിട്ടത്തില്ല ഞാൻ ചെയ്ത പാറ്റേൺ ചെയ്താ. അതാ അങ്ങനെ അത് നിങ്ങള് പഠിക്കാതെ ചെയ്തപ്പോ നമ്മൾ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അവിടെ 20 ബ്രോ പറഞ്ഞ അല്ല പഠിച്ചില്ല ഓക്കെ. പക്ഷെ സിറിൽ ബ്രോ പറഞ്ഞ വേറെ കാര്യമുണ്ട്. നിങ്ങൾക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. സിറിൽ ബ്രോ ഇപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിറിൽ ബ്രോ ആ കാര്യം പറയുന്നത്, എല്ലാ ദിവസവും ട്രേഡ് കിട്ടുന്നില്ല. പുള്ളി നോക്കിയിരുന്നിട്ട് പുള്ളി ട്രേഡ്സ് എടുക്കാതെ പോയിട്ടല്ലേ. സിറിൽ ബ്രോ നോക്കിയിരുന്നിട്ട് നല്ല പോയിന്റ്സ് കിട്ടാതെ ഒരുപാട് സമയം പോകും, നമുക്ക് കിട്ടൂല. അല്ല ഒറ്റ മിനിറ്റ് ചോദിക്കുന്നത്, അങ്ങനെ നോക്കിയിരുന്നിട്ട് എൻട്രി കിട്ടാതാകുമ്പോ സാറ് ട്രേഡ് എടുക്കില്ല? ഇല്ല, നമുക്ക് കോൺഫിഡൻസ് ഇല്ലല്ലോ. സാർ എനിക്ക് വേറെ ക്ലാസ് തരും, ആ മൈൻഡ് സെറ്റിന്റെ ക്ലാസ് തരും എനിക്ക്. സീരിയസ്ലി പറഞ്ഞാ അതാണ് അവിടെയാണ് വിന്നിങ് റേറ്റ്. അല്ല നിങ്ങൾ ഈ ചാർട്ട് പാറ്റേൺസ് എല്ലാം പഠിച്ച് കൊല കൊമ്പനായിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എഴുതി തരാം. നമുക്കൊരു എൻട്രി പോയിന്റ് കിട്ടിയില്ല തോന്നിയിരിക്കും, എൻട്രി എടുക്കരുത്, കാമായിട്ടിരിക്കുക. ഒരു സാധനമുണ്ട്, ഞാൻ വലിയ ലോസ് അടിച്ചിരുന്നപ്പോഴേ ഞാൻ എൻ്റെ കൂട്ടുകാരിയും ഞാനോട് കോമൺ അക്കൗണ്ടിൽ ഫണ്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് കേട്ടോ. അപ്പോൾ അവൾക്ക് ട്രേഡിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ അവൾ ഞാൻ എന്ത് പറഞ്ഞു വിശ്വസിച്ചോളും. പക്ഷെ അവൾക്ക് അറിയാം ഞാൻ കുറച്ച് റഫായി ട്രേഡ് മനസ്സിലായി. അപ്പോൾ അവൾക്ക് സാധനം അയച്ചു തന്നു ഇൻസ്റ്റയിൽ, മാർക്കറ്റിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്, മാർക്കറ്റ് എന്നും അവിടെ ഉണ്ട്. നമ്മുടെ ക്യാപിറ്റൽ അങ്ങനെ ഒരു സാധനം അയച്ചു തന്നു. കറക്റ്റ് സാധനമാണ്. സിറിൽ ബ്രോ കറക്റ്റാണ്, അടിപൊളിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ പിന്നെ വെറുതെ ആധികാരികം പറഞ്ഞിട്ട് അലമ്പാക്കുന്നില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. നോക്കിയിരുന്നിട്ട് പോയിന്റ്സ് കിട്ടി ട്രേഡ്സ് എടുക്കില്ല. ഞാൻ നോക്കിയിരുന്ന വരയ്ക്ക് ഞാൻ എന്തായാലും ട്രേഡ് എടുക്കും. എന്തിനറിയോ? ചിലപ്പോൾ വെറുതെ ഒരു സ്കാൽപ്പ് ചെയ്ത് ഞാൻ താഴ്ത്തിക്ക് ഇറങ്ങും. അതൊരു ഹാബിറ്റാണ്, ഉണ്ടാക്കിയെടുക്കണം. എന്തായാലും
കൊള്ളാട്ടോ, അടിപൊളി. അത് മെയിൻ ഞാൻ പഠിക്കാത്തോണ്ടായിരിക്കും എനിക്കത് പറ്റാത്തത്. പക്ഷെ ഞാനിവിടെ ഒരു മിനിമം വേജിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തെ ഞാൻ ഇവിടെ ജോലി ചെയ്താലും ഒരു മാസം എങ്ങനെ വന്നാലും ഒരു 2000 € കിട്ടും. പക്ഷെ ഞാൻ അത്രയും കൊത്തിയിരുന്നിട്ടും പഠിക്കാതാണ് കൊത്തിരുന്നത്. അതൊരു സൈഡാണ്. എങ്കിലും 2000 € ബ്രോ വർക്കിന് പോകണം, ഞാൻ വെറുതെ ഇരുന്നൂടെ? ഇല്ല, അങ്ങനെയല്ല. ഇവിടെ എന്ത് വർക്കിന് പോയാലും അത്ര മിനിമം വേജ് ഉണ്ടെന്ന് പറയാത്. ട്രേഡിംഗ് ആണല്ലോ. ട്രേഡിംഗ് നമുക്ക് അത് എല്ലാ കൺട്രിയിലും ഒരേപോലെ പ്രോഫിറ്റ് വരുന്നത് അല്ലേ? അത് ഒന്നും പഠിക്കാതെ പറയാൻ പാടില്ല. പഠിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടി അത് കുറച്ച് കണ്ടൊരിക്കലും. ഞാൻ ഇപ്പം ഇന്നൊരു പുള്ളിയെ പരിചയപ്പെട്ടു, അഖിൽ ചന്ദ്രനാ പുള്ളി, എൻ്റെ സ്റ്റുഡൻ്റാണ് പുള്ളി. പുള്ളി വന്നിട്ടുണ്ട്, ചിൽ മനുഷ്യനാ, പൈസ ഉണ്ട് പുള്ളിക്കാരുടെ അടുത്ത്, ചിൽ മനുഷ്യനാണ്. കണ്ട് ഭയങ്കര ഭയഭക്തിയൊക്കെ, ഇങ്ങനെ കുഞ്ഞിട്ടാണ് പുള്ളി നമുക്ക് ഷെയ്ക്കാൻ്റെ തരിക. അനിയ എത്ര ലോസ് ഉണ്ട് പറഞ്ഞു. 4 ലക്ഷം പുള്ളി ലോസ് ഉണ്ട്. 4 ലക്ഷം കുഴപ്പമില്ല, ലോസ് വരും. അപ്പോൾ എത്ര മാസം കൊണ്ട് എത്ര സമയം കൊണ്ട് വന്നു ചോദിച്ചാൽ 4 മാസം കൊണ്ട് 4 മാസം കൊണ്ട് പുള്ളി 4 ലക്ഷം പുള്ളി ലോസ് വന്നു. അതാണ് പ്രശ്നമുള്ളൂ. അത്രയും ചെറിയ ടൈമിൽ ഒരിക്കലും 4 ലക്ഷം ലോസ് വരാൻ പാടില്ല. ഈസിയായി വരുന്നില്ല ഇപ്പൊ. നമ്മുടെ ഇപ്പോഴത്തെ ഡിപ്പ് വരുന്ന സമയത്തൊക്കെ ലെവറേജ് എടുക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് കാര്യമാവില്ലേ അക്കൗണ്ടൊക്കെ? ഗോൾഡ് മാർക്കറ്റോ അതൊന്നും പറയാതിരിക്കാനില്ല. അവർ ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ ഓപ്ഷൻസാ. ഓപ്ഷൻസ് മെയിൻ പ്രശ്നം അറിയോ? ഇത് നമ്മൾ ഒരു പോയിന്റ് എടുത്തിട്ട് താഴത്തേക്ക് പോയിരിക്കും, പിന്നെ തിരിച്ച് കയറി വന്നിട്ടും കാര്യമില്ല, പ്രോഫിറ്റ് ആവില്ല. ഞാൻ അവിടുത്തെ എപ്പോഴും പറയാം, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിയോ. ട്രേഡിംഗ് എന്ന രീതിക്ക് എപ്പോഴും ബെറ്റർ, റിസ്ക് മാനേജ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ എപ്പോഴും ബെറ്റർ ഫോറക്സ് ആണ്. അത് പേഴ്സ് നോക്കിയാൽ മതി. ഇപ്പം നിങ്ങളൊക്കെ ഇപ്പോൾ സിൽബ്രോന്റെ മൈൻഡ് സെറ്റ് ആവില്ല സീതാ മാമിനും ജയൻ സാറിനും. ഇപ്പോൾ ഗോൾഡ് ചെയ്യണ്ട, ഗോൾഡ് ബിറ്റ് കോയിൻ പിന്നെയും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സ്ട്രക്ചർ മൂവ്മെന്റ് കിട്ടും. ഗോൾഡാണ് ആരെങ്കിലും തുമ്മിയാൽ മതി, അതിനനുസരിച്ച് പോയിന് ചിലപ്പോൾ കാണാം. ബിറ്റ്കോയിന് വേറെ റിസ്ക് ഉണ്ടോ? ബിറ്റ്കോയിൻ ഞാൻ പറഞ്ഞു കേട്ടുള്ള ഒരു അറിവാണ്. ബിറ്റ്കോയിന് നമുക്കത് പിന്നെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ പിൻവലിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണുള്ള അറിയില്ല. ഒരിക്കലും അല്ല. കാരണം എന്താ അറിയോ, നമുക്കിപ്പോൾ ഈ ഫോറക്സ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ബിറ്റ് കോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ബിറ്റ് കോയിന് വേണ്ടിയിട്ട്, ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഡെൽറ്റ ആരും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഫോറക്സിനില്ല, പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഉണ്ട്, കോയിൻ DCX പറഞ്ഞ ആപ്പ് ഉണ്ട്. 2 ബ്രോക്കേഴ്സ് ഉണ്ട് നമുക്ക്. അത് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ INR ആഡ് ചെയ്യാൻ പറ്റും. INR ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി USD കയറുക. അതുപോലെ അത് USD വിഡ്രോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയുന്നത് നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് അത് INR കയറുകയും ചെയ്യും. ഫ്രീസിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഇൻവോയ്സ് ഒക്കെ വരുന്നുണ്ട്, ടാക്സ് എല്ലാം പേയ്മെന്റ് ചെയ്യണം. 30% ടാക്സ് വരുന്നതിന്. ഇപ്പൊ നമ്മളിപ്പോ യൂറോപ്പിൽ ചെയ്യുകയാണെങ്കിൽ അതിലിപ്പോ ടാക്സ് നമുക്ക് എങ്ങനെയാ വരുന്നത്? എങ്ങനെ ടാക്സ് വരുന്നുണ്ടോ? ഫോറക്സ് ടാക്സ് ഫ്രീ അല്ലേ ബ്രോ? അല്ലല്ല, നമുക്ക് ഇൻകം ഏതാണെങ്കിലും നമ്മുടെ ഇൻകം ടാക്സിൽ വരും. നമ്മുടെ വോളിയം എത്ര ഉണ്ടോ അനുസരിച്ചിരിക്കും. അല്ല, ഫോറക്സിന് ടാക്സ് വരുന്നുണ്ടോ? നമുക്ക് ഗൾഫ് കൺട്രിയിലാണ് ടാക്സ് ഫ്രീ. ഗൾഫ് കൺട്രിയിൽ ടാക്സ് ഫ്രീ ആണ്, 5% എന്തോ വരും. പക്ഷെ നമുക്ക് ഭയങ്കര ഹൈയാ. നമ്മളിപ്പം എന്റെ ബാക്കി ഇൻകം എനിക്കൊരു 30,000, 32 അല്ലെങ്കിൽ 40 ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് 20% ആയിരിക്കും. അതിന് മുകളിലോ 40 ആവും. പക്ഷെ ബാക്കി ഐറ്റമിലാകുമ്പോൾ എല്ലാം കൂടെ കൂടി 52 വരും ഓവറോൾ, ഈ ഹയർ പെയ്ഡ് ആണെങ്കിൽ. അത് ട്രേഡിംഗിലും വരുന്നുണ്ടോ? ട്രേഡിംഗിൽ നമുക്ക് അതിപ്പോ ഫോറക്സ് ആകുമ്പോൾ ഒറ്റ സെഗ്മെന്റ് വരിക. ഇന്ത്യൻ മാർക്കറ്റ് ആകുമ്പോൾ ഓപ്ഷൻസിന്, ഇൻട്രാഡേക്ക്, ഇൻവെസ്റ്റ്മെന്റിന് മൂന്ന് രീതിക്കാണ് അതിന്റെ ടാക്സ് വരുന്നത്. ഇൻട്രാഡേ വരുമ്പോൾ നമ്മൾ ഡെയിലി ഒരു ജോബ് എന്ന രീതിയല്ലേ. ഇവിടെ വലിയ ടാക്സാ, ഇവിടുത്തെ ടാക്സ് കട്ടിയ ടാക്സാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ നാട്ടിലത്തെ ആരും ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, അത് ചെയ്യും ബെറ്റർ. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇവിടെ 20% മുകളിൽ ടാക്സ് വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈസ കൂടുന്നതിന് പിന്നെയും കൂടും. അങ്ങനല്ലോ വള്ളി. ഗൾഫിൽ ഒരു അക്കൗണ്ട് വാങ്ങിക്കോ, അതെ ഗോൾഡൻ വീസ എടുത്താൽ മതി. ഗൾഫിലൊക്കെ ഇപ്പൊ തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല. നമ്മളിവിടെ നിന്നുകൊണ്ട് ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യയിലൊക്കെ ചെയ്യാൻ പ്രശ്നമില്ല, ഗൾഫിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. എനിക്ക് മനസ്സിലായിടത്തോളം ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ടാക്സ് പിന്നീടുള്ള കാര്യമാണ്. സത്യം. പഠിക്കാൻ കുറെ സമയം എടുക്കും. അയ്യോ, ഞങ്ങളുടെ ഓഫീസിൽ ഒരു ലേഡി ഉണ്ടോ, ആൾക്കാരെ മൈൻഡ് സെറ്റ് കേൾക്കുന്നത്. പുള്ളിക്കാരത്തി എന്റെ ക്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഒരു 12 ലക്ഷം പോയി മോനെ പറഞ്ഞു. അതെങ്ങനെ പോയി വെച്ചു? സിൽവർ ട്രേഡ് ചെയ്താൽ പറഞ്ഞു. അപ്പോൾ എങ്ങനെ പോയി വെച്ചു? പുള്ളിക്കാരത്തി നല്ല ക്യാപിറ്റൽ ഉണ്ട് അവർക്ക്. അപ്പോൾ വലിയ എമൗണ്ട് അതിൻ്റെ റിസ്ക് അറിയാത്തോണ്ടാ
ആ സിൽവറും ഗോൾഡൊക്കെ ഭയങ്കര ബൂമിംഗ് ആയി കൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരി എത്ര വലിയ ലാക്ക് ഇട്ടിട്ട് ട്രേഡ് ചെയ്തു. അപ്പോൾ മേടിച്ചിട്ട് ചെയ്യുന്നത് വലിയ ക്വാണ്ടിറ്റിക്ക്. അപ്പോൾ ഒക്കത്ത് മേടിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് കയറിയപ്പോൾ ഒരു എത്ര 10-15 ലക്ഷം പ്രോഫിറ്റ് കിട്ടിയവർക്ക്. പക്ഷെ ഒരു എക്സിറ്റ് ചെയ്തില്ല. പക്ഷേ കാരണം എന്താ പറയുക, ഇതിന് എത്ര ടാക്സ് അടക്കേണ്ടി വരും, ഇപ്പോൾ ടാക്സ് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ എമൗണ്ടിന് കൈ കിട്ടുമോ, അതുകൊണ്ട് ഞാൻ എക്സിറ്റ് ചെയ്തില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ടാക്സിൻ്റെ കാര്യം ഒന്നും മാർക്കറ്റിന് അറിയില്ല. മാർക്കറ്റിൽ ഇറങ്ങേണ്ട പോയിന്റ് ആയാലും മാർക്കറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹെവി ഒരു ന്യൂസിൻ്റെ പുറത്ത് കയറി പോണതാണെങ്കിൽ അത് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ അത് എക്സിറ്റ് ചെയ്യില്ല വേണ്ടി വെച്ചു. എൻ്റെ പുള്ളിക്കാർ ഇപ്പോൾ എത്ര ലാക്ക് ലോസിലുള്ളത്, എത്ര ലാക്ക് ലോസിലുള്ളത്. ഇവർക്ക് സാധനം പൈസ ഉണ്ടെങ്കിൽ ട്രേഡ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യണ്ട, പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി പാനിക് ആയി പോയി. അല്ലെങ്കിൽ നമുക്ക് ഈ ടാക്സ് വരുന്നത് നമ്മുടെ അക്കൗണ്ടിലോട്ട് മാറ്റുമ്പോഴാണ്. ഇപ്പം ക്രിപ്റ്റോ ആണെങ്കിലും ഏതാണെങ്കിലും ആ ബ്രോക്കറുടെ അക്കൗണ്ട് കയ്യിലല്ലേ നമ്മുടെ പൈസ ഇരിക്കുന്നത്. ആ പൈസയിൽ നിന്ന് നമ്മളുടെ അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഇൻകം വരുന്നത്. അത് അവിടെ തന്നെ കിടന്നിട്ട് വേറൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇല്ല, പ്രശ്നമില്ല. അത് അത് അതാണ് ഈ മലയാളീസിന്റെ മൈൻഡ് സെറ്റ്. ഞാൻ എപ്പോഴും പറയട്ടോ, അതെ നമുക്ക് ഈ ഗുജറാത്തികളില്ലേ, അവർക്ക് നമ്മളെ കണ്ട പുച്ച ട്രേഡിംഗ് ഡേയ്സിൽ. നമ്മൾ പിന്നെ ഈ അടുത്ത കാലത്താണ് പിന്നെ ബെറ്റർ ആയത്. നമ്മൾ മലയാളീസ് മണ്ടന്മാരെ പറയാ ട്രേഡിംഗ് ഡേയ്സിൽ. അത് ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ സീരിയസ്ലി കാര്യം പറയട്ടെ. എനിക്ക് ഈ ബാച്ച് എനിക്ക് ഓക്കെയാണ്. ഞാൻ വേറെ സ്ഥലത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം അവിടെ വേറെ സ്റ്റുഡൻസിന് ഡെപ്താണ്. അവരിങ്ങനെ പറയാൻ അറിയോ, ഞാനൊരു ശങ്കരൻ പോറ്റി പറഞ്ഞ കുറച്ച് ഏജുള്ള ആളുണ്ട്. നമുക്കൊന്നും ഒരിക്കലും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അറിയോ, നമ്മളൊരാൾക്ക് ഇന്നതാന്ന് പറഞ്ഞു കൊടുത്താൽ ആ സ്റ്റുഡൻറ്റ് പറയുകയാണ് ഇന്നതല്ല അത് ഇന്നതാന്ന് പറഞ്ഞാൽ ഓക്കെ യു ക്യാരി എന്ന് പറഞ്ഞ് മാറി എനിക്ക്. പുള്ളിക്കാരൻ അവിടെ 10-30 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാൻ എടുക്കുമ്പോൾ ശങ്കരൻ പോറ്റി പറഞ്ഞ പുള്ളി കോൾ ഇന്ത്യ സ്റ്റോക്ക് കേട്ടിട്ടുണ്ട്. കോൾ ഇന്ത്യ സീത മാം ഓൺലൈൻ ഉണ്ടോ? ഓക്കെ, കോൾ ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്കാരും കേട്ടിട്ടുണ്ടോ? നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്റ്റോക്കാണ്. പുള്ളിക്കാരൻ ഇതെല്ലാവരും മേടിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പം ചോദിച്ചു, ഞാൻ ബാക്കിലിരിക്കുന്നത് സാർ ഇത് എന്തിൻ്റെ ബേസിൽ സാറ് മേടിച്ചു, എനിക്ക് 2 റീസൺസ് പറഞ്ഞായോ, എന്നിട്ട് നമുക്ക് ഇത് മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം പിള്ളേരെ. സാറ് ആ പുള്ളി സ്റ്റുഡൻ്റാണ് അടുത്ത് മേടിച്ചു. പുള്ളി പറയുന്നുണ്ട് പുള്ളി റിട്ടയർഡ് മനുഷ്യനാണ്. അപ്പോൾ അവർ ഭയങ്കര ഇതായിരിക്കും, ഒരു പ്രത്യേക ക്യാരക്ടർ ആയിരിക്കും, നമുക്ക് തിരുത്താൻ പറ്റില്ല അവരൊന്നും. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് 2.5% താഴത്തേക്ക് ഇറങ്ങി ആയിരിക്കും, മേ ബി ഈഗോ ആയിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു 2.5% താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ നാളെ കയറാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കോൾ ഇന്ത്യ കമ്പനിക്ക് അവരുടെ ഷെയർ പ്രൈസ് 2.5% ഇറങ്ങിയത് അവർക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് അളക്കാൻ ഒരു ടൂളുണ്ട്, ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ട് അനലൈസിസ് പ്ലാറ്റ്ഫോമില്ലേ, ആ ഒരു ടൂളുള്ള കാരണം, ആ സൈറ്റുള്ള ആ ഒരു പ്ലാറ്റ്ഫോം ഉള്ള കാരണം നമുക്ക് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ലേ. കോൾ ഇന്ത്യ കമ്പനിക്ക് അറിയില്ല. അത് തിരിച്ച് കയറാൻ ചാൻസ് ആണ് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൗണ്ടറായിട്ട് ടൈറ്റാൻ സ്റ്റോക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ അങ്ങനെ സ്റ്റോക്ക് ഷെയർ ചെയ്യാത്ത ടൈറ്റാൻ സ്റ്റോക്ക് നമ്മൾ ഒരു 3-4 റീസൺസ് വെച്ചിട്ട് ടൈറ്റാൻ സ്റ്റോക്ക് കാണിച്ചു കൊടുത്തു. 10% 9.25 8.25 സംതിങ് പ്രോഫിറ്റ് നടന്നതിന്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് മണ്ടൻ ട്രേഡ് ആർക്ക് ഷെയർ ആണെങ്കിലും റീസൺസ് പറഞ്ഞിട്ട് നിങ്ങൾ ട്രേഡ് എക്സ്പ്ലെയിൻ ട്രേഡ് ഷെയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആ ട്രേഡ് ഓട്ടോമാറ്റിക് ഭംഗിയായിക്കോളത്. ഇപ്പം ഞാൻ പറയുകയാണ് നാളെ GBBUSD എടുത്തോളം പറഞ്ഞു എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റീസൺ നോക്കുമ്പോൾ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ട്രേഡ്സ് എടുക്കില്ല. അപ്പോൾ സിറിൽ ബ്രോ ജയൻ സാറിനോ അല്ലെങ്കിൽ സീത മാം വേറെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഡീപ്പായിട്ട് അനാലിസ് ചെയ്യുക, സപ്പോർട്ട് ക്യാൻഡിൽസ് അത് വെച്ച് മാത്രം കൊടുത്തു നോക്കുക. ആ ട്രേഡ് വിൻ ചെയ്യും, ഉറപ്പായിട്ടും വിൻ ചെയ്യും. 10 എടുത്താൽ മേ ബി 5 വിൻ ചെയ്യും, ബാക്കി 5 ലോസ് വരില്ലേ. അതാണ് നേരത്തെ സിറിൽ ബ്രോ പറഞ്ഞ പോലെ ആ 5 ലോസ് വരുമ്പോൾ ആ ലോസിന് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മതി. നമുക്ക് ഇല്ലാത്ത പ്രശ്നം ഈ ലോസ് മാനേജ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല, കിട്ടിയ പ്രോഫിറ്റ് ഇതിൽ കൊണ്ട് കളയും. ഞാനൊക്കെ അത് ഭയങ്കര അനുഭവിച്ചിട്ടുള്ള ആളോ. നമുക്ക് ഒരു സാധനം ലോസിൽ കൊടുത്ത് മാറാൻ വില്ലിങ് ആവില്ല. അതിന് കാരണം എന്താ അറിയോ, ഞാൻ കണ്ടുപിടിച്ച കാരണം എന്താ അറിയോ, നമ്മൾ ആർക്കെങ്കിലും പൈസ വെറുതെ കൊടുക്കുമോ? നമ്മൾ വെച്ചാൽ എത്ര തിന്ന് കളയും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മേടിച്ച് നമുക്ക് കളയാം അല്ലേ, എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചിട്ടോ ഫുഡ് അടിച്ച് നമ്മൾ കളയും അല്ലേ. ഒരു അത് നമുക്ക് 100 ഒരാളെ കണ്ടാളൂ വെറുതെ പൈസ കൊടുക്കണം അല്ലേ. ഞാൻ മെജോറിറ്റി പറയുന്നത് ആ റീസൺ വേണ്ടേ. അപ്പൊ ഇത് നമുക്ക് എന്റെ വ്യൂ എന്തായിരുന്നു അറിയോ, എനിക്ക് ഞാൻ മുന്നേ ആദ്യങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ആപ്പ് സ്റ്റോക്സ് പറയുമ്പോൾ ഒരു ആപ്പാണ്. ആ ആപ്പ് നമ്മുടെ പൈസ കൊണ്ട് ഡെയിലി 5000-10000 ആ ആപ്പിന് പൈസ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാൻ വില്ലിങ് ആവില്ല. പക്ഷെ ആ 5 കൊടുക്കാൻ വില്ലിങ് ആയിട്ടില്ലെങ്കിൽ 5 50,000 ആവും. അത് ഭയങ്കര സത്യം. അത് ഞാൻ 40 ഒരു സാധനം 7500 എക്സിറ്റ് ചെയ്ത് മാറുന്ന സാധനം ആ എൻഡ് ഓഫ് ദ മന്തിൽ 49,000 ലോസിൽ എക്സിറ്റ് ചെയ്ത് മാറി ഇന്ത്യൻ മാർക്കറ്റിൽ. അത് 2022 ആ സമയത്ത് വെച്ചാൽ അത് ട്രേഡിങ് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ. അന്ന് മെൻഡർ ഉണ്ട് കേട്ടോ, മെൻഡറിന്റെ കീഴിലുള്ളപ്പോഴേ കാര്യം പറയുന്നത്. സാറ് ചോദിക്കും ട്രേഡ് ചോദിക്കും
ഈ ലോട്ടറി അയ്യോ അന്നത്തെ കാലത്ത് ഞാൻ ഭയങ്കര ഇതിൽ ഡൗൺ ആയിട്ട് പോയിട്ടുള്ളതാ. ഞാൻ പറയാം നമുക്ക് കറക്റ്റ് ഞാൻ ഏത് ട്രേഡ് പറയുമ്പോഴും സ്റ്റോപ്പ് ലോസ് പറഞ്ഞു തരാറില്ലേ. ഞാൻ ശ്രദ്ധിച്ചിട്ടറിയില്ല അത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയാൻ. കാരണം എന്താ അറിയോ, ഞാൻ ഒരാളെ ബ്ലെയിം ചെയ്യുന്നതല്ല, എൻ്റെ ഫസ്റ്റ് ഗുരു ആ പുള്ളി തന്നെയാണ്. പുള്ളി ഞങ്ങൾക്ക് 6 മാസം സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് എന്താ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ പ്രോഫിറ്റിലാവണമെന്നില്ല. ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ ഒന്നുമില്ല. ഇപ്പുറത്തുള്ളവരൊക്കെ വെവ്വേറെ ട്രേഡ്സ് പ്രോഫിറ്റ്, അപ്പുറത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വെവ്വേറെ ട്രേഡ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവർ ഡൗൺ സൈഡും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ മെൻറ്ററത്ത് വെച്ചിട്ട് മെൻറ്റർ പറയും മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ശരി, 6 മാസമായി ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ. ഞാൻ ലാസ്റ്റ് ഞങ്ങളുടെ അവിടുത്തെ ഫസ്റ്റ് 3 പേരിൽ രണ്ടാമത്തെ സ്റ്റുഡൻ്റ് ഞാൻ. ഒന്നാമത്തെ ആൾ കോഴിക്കോടത്തെ മിഥുൻ പറഞ്ഞ പുള്ളി അത്യാവശ്യം നോളജ് ഉണ്ട് മിഥുന്. ഞാൻ ചോദിച്ചു സാറേ 6 മാസമായിട്ട് ഒരു ഡൗൺ സൈഡ് ട്രേഡ് ചെയ്തിട്ടില്ല ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു, ബ്രൈം നിന്നെ ബ്ലെയിം ചെയ്യില്ല ചോദിച്ചു. സാർക്ക് വിഷമമുണ്ട് സാറിന് ഞാൻ ചോദ്യം ചെയ്യുന്നതിൽ, പക്ഷേ സാറിന് ആൻസർ ചെയ്യുന്നു പറഞ്ഞു. പുള്ളിക്ക് അറിയില്ലായിരുന്നത്. പുള്ളിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. SBIയിലെ എന്തോ മാനേജർ പുള്ളി പറയുന്നത്, എന്തൊരു മാനേജർ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പുള്ളിക്ക്. അതുപോലെ തന്നെ നല്ല പ്രൊഫൈൽ ഉണ്ട് പുള്ളിക്ക്. ഒരു ഈ ഫിനാൻഷ്യലിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും. പക്ഷെ ട്രേഡിങ് ഒന്നും പറ്റില്ല. ഇപ്പം കുറേ എക്സാം എഴുതി നമുക്ക് NISM എക്സാം എഴുതി പാസ്സാകാൻ പറ്റും. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വയ്ക്കാം. പക്ഷെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ട്രേഡ് എക്സ്പീരിയൻസ് തന്നെ വേണം. അപ്പോൾ നിങ്ങളും അത് നമ്മൾ ചെയ്തുള്ള എക്സ്പീരിയൻസ് തന്നെ വേണം. പുള്ളിക്ക് അത് ഉണ്ടായിരുന്നില്ല. അതാ പ്രശ്നം പറ്റിയത് ഞങ്ങൾക്ക്. അല്ലാതെ ആലോചിച്ചത് ഒരു മെൻറ്ററിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അത്ര ലോസ് വരാൻ പാടില്ല. ഒരു മാസം 49 ലോസ് ആയി. അന്ന് എൻ്റെ ക്യാപിറ്റൽ എത്ര അറിയോ, അത് ഞാൻ 20-25 അത് 90 or 80 ആക്കിയിരിക്കുന്നത്. അതും ആവാൻ പാടില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും 20, 80 അല്ലെങ്കിൽ 1 lakh ആക്കാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലേ. നമ്മൾ ഈ 20 to 1 lakh ആക്കണമെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് എത്ര, ലോസും അൺലിമിറ്റഡ്, പ്രോഫിറ്റും അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അത് എന്ത് വേറെ പറഞ്ഞതറിയും മേ ബി ഇതിന് എൻഡ് ഇങ്ങനെയാവുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് 6 മാസം 7 മാസം എടുത്തു തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് അവിടെ നിന്ന് 2-3 ക്ലാസ് വേറെ എടുത്ത്, പിന്നെ വേറെ അഭിമാന നിമിഷം ഉണ്ട് നമുക്ക്. ആ മെൻറ്ററെ പുറത്താക്കി. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ 3 പേരോട് ഞങ്ങൾ ആ കോഴ്സ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് 2.5 കൊല്ലം റൺ ചെയ്യിച്ചു. ഞാൻ, ശ്രീജിത്ത്, കോഴിക്കോട് ഹനീൻ പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ഹനീൻ പറയും കോഴിക്കോട് കൊടുവള്ളി ഭാഗത്തുള്ളതാണ്. നമ്മൾ കോഴിക്കോട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ആ 2.5 കൊല്ലം. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി അവിടെ റിസൈൻ ചെയ്ത് ഞങ്ങൾ അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ റൺ ചെയ്ത് ആ മെയിൻ മെൻറ്ററായിട്ട് പുറത്താക്കിയിട്ട്. അത് ഞങ്ങൾ പെട്ടെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എനിക്ക് ഭയങ്കര ഞാൻ ഇന്ന് അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇടയ്ക്ക് സാറിന് വിളി, സാറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ നശിപ്പിക്കില്ല, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. ഞാനാക്കിയത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം പെട്ട് കടന്നു. ഞങ്ങൾ ലാസ്റ്റ് ആ മെയിൻ മെൻറ്ററെ പുറത്താക്കിയിട്ട് ബാക്കിയുള്ള ഓണേഴ്സ് പറഞ്ഞു നിങ്ങൾ വന്ന് ട്രേഡ് ചെയ്ത് കുഴപ്പമില്ല പറഞ്ഞു. ഞങ്ങൾക്ക് വേറെ വീട്ടിൽ കയറാൻ പറ്റില്ല. എന്തിനും വീട്ടിൽ എൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ചൂസ് ചെയ്തതാണ്. അവിടെ ചെന്നിരിക്കും. വേറെ ആദ്യകാര്യം ഒന്നും പറയുന്നില്ല, പെട്ടെന്ന് നിർത്താം. ചെന്നിരിക്കും. എന്നിട്ട് ചിലപ്പോൾ ക്യാപിറ്റൽ ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യും, വേണ്ടെന്ന് പറയുന്നില്ല. നമുക്ക് ക്യാപിറ്റൽ ഒപ്പിക്കും. എന്നിട്ട് ട്രേഡ് ചെയ്യും. എന്നിട്ട് പതുക്കെ ലാസ്റ്റ് ഭയങ്കര മോശം അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിൽ നിന്നിട്ട്. കൊച്ചിയിൽ നിൽക്കുന്ന അവസ്ഥയല്ലേ. കൊച്ചിയിൽ ദിനം പ്രതി ഒരാൾക്ക് വെറുതെ ഇരിക്കണമെങ്കിൽ 200-300 ചിലവുണ്ട്. തമാശ പറയുന്നതല്ല, എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് വെവ്വേറെ കോഴ്സിന് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ 3 പേരും പ്ലാൻ ചെയ്തു. ഞാൻ എൻ്റെ iPhone വിറ്റിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. എൻ്റെ എക്സസ് മാക്സ് എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തതാണ്. ആ സാധനം വിറ്റിട്ടുണ്ട് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. 14,000 എടുത്ത് കോഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചാലേ പറ്റും സാർ, നമുക്ക് പഠിച്ചാലേ പറ്റും. നമുക്ക് വേറെ ഓപ്ഷനില്ല. അതെടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓണർമാർ വന്നു. ഒരാൾ പുറത്താക്കി ബാക്കി 3 ഓണർമാരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് റൺ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ക്ലോസ് ചെയ്തൊരു കേസ് വരും. ആ പഴയ മെൻറ്റർ ആലപ്പുഴ ഉമേഷ് പറഞ്ഞ തന്നെ 7 ലക്ഷം ലോസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അയാൾക്ക് കേസും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാണ് നടത്തിയത്. ഞങ്ങൾ 3 കൂടിയിട്ട് അതിലേക്ക് വയനാട്ടിൽ നിന്ന് പുതിയൊരു ലേഡി മെൻറ്റർ ഹയർ ചെയ്തു. ഇപ്പോൾ ലേഡി മെൻറ്റർ ക്ലാസ് എടുക്കും ബെറ്റർ അല്ലേ. അടിപൊളിയായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. എൻ്റെ ഇൻസ്റ്റയിൽ പേജ് ഉണ്ടാവും. അതിൽ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അതാ പറയുക, ഞാൻ ഒരിക്കലും ഒരു ക്യാമറയുടെ മുമ്പിൽ ഫേസ് കാണിക്കുന്ന വിചാരിച്ച ആളല്ല. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എനിക്കിപ്പോഴും ഞാൻ അവിടെ നിന്ന് മാറാൻ കാരണം ഹെൽത്ത് ഇഷ്യൂസ് കാരണം. അവിടെ എപ്പോഴും പുതിയ ആൽഗോ ട്രേഡിങ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഞാൻ ഹെൽത്ത് പോരുമ്പോഴും പറഞ്ഞു ബ്രൈം പോകാണ്ട് അവിടെ നിൽക്കുക പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ഞാൻ മുന്നേ ഗവൺമെൻറ് ജോബ് നോക്കിയിട്ടുണ്ടായിരുന്നു, ആർമിയൊക്കെ. അപ്പോൾ 5 കിലോമീറ്ററൊക്കെ ഞാൻ നല്ല രീതിക്ക് ഓടി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്ന. ഇപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോൾ അതൊരു സ്വപ്നം മാത്രമാണ്. ഓടുമ്പോഴൊന്നും നമുക്ക് പറ്റില്ല. ടർഫ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കളിക്കുമ്പോൾ നമുക്ക് പയ്യാണ്ടാവും. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ബാഡായി, ഭയങ്കര വിഷമായി. അപ്പോൾ എന്നെ റിസൈൻ ഇട്ടിട്ട് മെല്ലെ വീട്ടിലോട്ട് വന്നു. അവിടെ ഫുൾ ടൈം പുറത്തുനിന്ന് ഫുഡ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ക്ലാസ് എല്ലാം എൻ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് വരുന്നത്. ട്രേഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയാത്ത കുറേ പേര്. അതെ, ഉറപ്പായിട്ടും. അല്ല, ഇപ്പോഴും ഒരുപാട് പേര് 2 വീക്സിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്.
ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അതാ പറഞ്ഞ ബ്ലൈൻഡ് ആയിട്ട് നമ്മളിതൊക്കെ ചിന്തിച്ച് ഇറങ്ങുമ്പോ നമുക്ക് ഇതിനൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാണ്ടല്ലോ. ഉറപ്പായിട്ടും ട്രേഡിങ്ങിന് ഇറങ്ങുമ്പോൾ ഇതിന്റെ എല്ലാ നെഗറ്റീവ് വശങ്ങളും വെറും പോസിറ്റീവ് മാത്രം നോക്കി നെഗറ്റീവ് വശങ്ങളും